ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവർക്ക് അക്യൂട്ട് സ്ട്രെസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ എങ്ങനെ ഇതുവരെ പറഞ്ഞതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ പറഞ്ഞേക്കുന്ന സൈക്കോളജിയെ കുറിച്ച് ന്യൂറോളജിയെ കുറിച്ച് എല്ലാം വളരെ ഫാസിനേറ്റിംഗ് ആണ്. പക്ഷെ ഇതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഹായ്, നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ആദ്യം വരുന്നുണ്ടെങ്കിൽ എൻ്റെ റൂബിൾ ചാനൽ എന്ന് പറഞ്ഞൊരു ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് ആണ്. ഞാൻ 1 കോടി മുതൽ 1000 കോടി വരെയുള്ള ബിസിനസ്സുകൾ നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് സ്ട്രെസ്സിനെ കുറിച്ച് സംസാരിക്കുന്നത്? മജോറിറ്റി ഓഫ് ബിസിനസ്സുകളും ലോകത്തിൽ ഒരുപാട് ബിസിനസ്സുകൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാത്തതിന് ഫണ്ടമെന്റൽ ആയിട്ടൊരു കാരണം സ്ട്രെസ്സാണ്. പക്ഷെ ഈ സ്ട്രെസ്സിനെ കുറിച്ച് ഡെക്കേഡ്സ് ആൻഡ് ഡെക്കേഡ്സ് ആയിട്ടുള്ള ആൾക്കാർ വർക്ക് ചെയ്തിട്ടുള്ള ന്യൂറോ സയന്റിസ്റ്റുകൾക്കും സൈക്കോളജിസ്റ്റുകൾക്കും ഒരുപക്ഷെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ആ ഡിസ്റ്റിങ്ഷൻ ഞാൻ കീറിമുറിച്ച് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് എനിക്ക് തോന്നിയ കുറെ ഒറിജിനൽ ആയിട്ടുള്ള തോട്ടുകളാണ്. ഇത് വേറൊരിടത്ത് കേട്ടിട്ടുണ്ടാകണമെന്നില്ല. ഇത് ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വാല്യുബിൾ ആണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. ഞാൻ കുറെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള പുതിയ തോട്ടുകൾ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. സ്ട്രെസ് എന്താണെന്ന് പറയുന്നുണ്ട്, 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രെസ്സുകളെ കുറിച്ച് പറയുന്നുണ്ടാവും. അക്യൂട്ട് സ്ട്രെസ് എന്താണെന്ന് പറയുന്നുണ്ടാവും, ക്രോണിക് സ്ട്രെസ് എന്താണെന്ന് പറയുന്നു, അത് നിങ്ങളെ എങ്ങനെ അഫക്ട് ചെയ്യുമെന്ന് മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ച് നമ്മൾ വിചാരിക്കുന്ന ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള മിസ്റ്റേക്ക് എന്നാന്ന് പറയുന്നുണ്ടാവും. ആന്റീരിയർ മിഡ് സിംഗ്ലൈൻ കോർട്ടെക്സ് എന്ന് പറഞ്ഞേക്കുന്നത് നമ്മുടെ ബ്രെയിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഡിഫറൻസ്, ആ ഡിഫറൻസിനെ കുറിച്ചുള്ള വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ കോൺസെപ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ടാവും. ആ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ട് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 9 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ട്. ഞാൻ ഒരുപാട് വീഡിയോകൾ ഒരുപാട് സമയം ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആണ് ഞാൻ എൻ്റെ എക്സൈറ്റ്മെന്റ് കണ്ടെയ്ൻ ചെയ്യാൻ ശ്രമിച്ചോളാം. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. ദിസ് സ്ട്രെസ് ഇസ് ഗുഡ് ഫോർ യു. അപ്പൊ നമുക്ക് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. എന്താണ് സ്ട്രെസ്? അപ്പൊ സ്ട്രെസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി എന്ന് വെച്ചാൽ സ്ട്രെസ് ഇസ് യുവർ ബോഡീസ് റിയാക്ഷൻ ടു എ ചാലഞ്ച് ഓർ ഡിമാൻഡ്. അപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ ആണ്, ഒരു ഡിമാൻഡിനോടുള്ള റിയാക്ഷൻ ആണ്. എന്തെങ്കിലും ഒരു ഡിമാൻഡ് വന്നു, എക്സ്റ്റേണൽ ഡിമാൻഡ് വന്നു, ആ ഡിമാൻഡിനോടുള്ള ബോഡിയുടെ റിയാക്ഷൻ ആണ്. ഇറ്റ്സ് എ ഫീലിംഗ് ഓഫ് ഇമോഷണൽ ഓർ ഫിസിക്കൽ ടെൻഷൻ. ഇമോഷണലി ഓൾ ഫിസിക്കൽ ആയിട്ടുള്ള നമുക്ക് ടെൻഷൻ ഫീൽ ചെയ്യും. സിമ്പിൾ ഡെഫിനേഷനാണ്, ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല, അവിടെ എല്ലാവർക്കും ഉള്ള ഡെഫിനേഷനാണ്. ആ ഒരു ലെവലിൽ തിങ്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ അടുത്തതിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് സ്ട്രെസ് ഉണ്ട്. ഇതിൽ ഒരു സ്ട്രെസ് ഞാൻ ഡിഫൈൻ ചെയ്തേക്കുന്ന സ്ട്രെസ് ആണ്. ബൈ ദ വേ, സ്ട്രെസ്സിന് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട് സൈക്കോളജിയിൽ. ഞാനൊരു ഫോർമലി സൈക്കോളജിക്കൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ പുസ്തകങ്ങൾ വായിച്ചും അങ്ങനെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. കുറച്ച് ബ്രീഫ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എനിക്കുള്ളത്. ആ അണ്ടർസ്റ്റാൻഡിംഗ് വെച്ചിട്ട് നമ്മളെ സംബന്ധിച്ചോളം സ്ട്രെസ്സിനെ നമ്മൾ മുഴുവനായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ഇവിടെ നോക്കുന്നില്ല. നമ്മളിവിടെ നോക്കുന്നതെന്ന് വെച്ചാൽ 2 ടൈപ്പ് ഓഫ് സ്ട്രെസ് ജനറലി പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു കാര്യം ആഡ് ചെയ്താണ് പോകുന്നത്. അക്യൂട്ട് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്ട്രെസ്, അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയും. അതെന്താണെന്ന് ഞാൻ ഡിഫൈൻ ചെയ്യാം. 2 ക്രോണിക് സ്ട്രെസ് ആണ്, 3 അക്യൂട്ട് ആൻഡ് ക്രോണിക് സ്ട്രെസ് ആണ്. ഭയങ്കര ഈസി അല്ലേ? 3 പോലെ നമുക്ക് എഴുതുവാണെങ്കിൽ കുറച്ചൊരു എളുപ്പം ഉണ്ടാവും. അപ്പൊ ഇതെന്താണ് ഈ 3 സ്ട്രെസ് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് അക്യൂട്ട് സ്ട്രെസ്? അക്യൂട്ട് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു സീബ്ര ബേസിക്കലി എന്താണ്? ഒരു ഇന്റൻസ് ഫീലിംഗ് ഓഫ് ഇമോഷണൽ ഓഫ് ഫിസിക്കൽ ടെൻഷൻ. ഇമോഷണലാണ്, ഫിസിക്കലുമായിട്ടൊരു ടെൻഷനിലൂടെ കടന്നു പോവാണ്. എപ്പം? ഒരു ടൈഗർ അല്ലെങ്കിൽ ഒരു ലയൺ ഈ സീബ്രാനെ ഓടിക്കുമ്പോൾ അല്ലെ? സീബ്ര ഓടുന്ന സമയത്ത് സീബ്രയുടെ ബോഡിയിലൂടെ ഈ പറഞ്ഞ പോലെ ഹോർമോൺസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഹോർമോണൽ ചേഞ്ച് ഉണ്ട്, ബയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ട്. മൈൻഡിലൂടെ എൻ്റെ ജീവിതം തീർന്നോ, ഞാൻ ഇനി മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ ടെൻഷൻ അടിച്ച് ഇരിക്കുവാണ്. മക്കളെ ആര് നോക്കും? ഇങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ല സീബ്രയ്ക്ക്. സീബ്ര വളരെ സിമ്പിളായിട്ട് ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അത് മാത്രമാണ് സീബ്രയ്ക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സീബ്രയ്ക്ക് ഉണ്ടാകുന്നത് ഈ പറഞ്ഞ രീതിയിൽ അക്യൂട്ട് സ്ട്രെസ് ആണ് അല്ലെ? അപ്പൊ അക്യൂട്ട് സ്ട്രെസ്സിന്റെ എക്സാമ്പിൾ ഇതോട് കൃത്യം ക്ലിയർ അല്ലേ? ഇതാണ് അക്യൂട്ട് സ്ട്രെസ്. മറ്റൊരു എക്സാമ്പിൾ വെച്ചാൽ വുമൻ ഡെലിവറിങ് എ ബേബി. ഇതെന്റെ ഡെഫിനേഷൻ ആണ്. അക്യൂട്ട് സ്ട്രെസ്സിന്റെ അക്യൂട്ട് ആയിട്ടുള്ള സ്ട്രെസ്സിലൂടെയാണ് പോകുന്നത്. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോസസ്സാണ് ഒരു കുട്ടീനെ ഡെലിവറി ചെയ്യുന്ന കാര്യം അല്ലെ? അപ്പൊ ആ കുട്ടീനെ ഡെലിവറി ചെയ്യുന്ന കാര്യം ഒരു അക്യൂട്ട് സ്ട്രെസ് ആണ്. കുറെ മണിക്കൂറുകളോളം ഭയങ്കര പെയിനോടുകൂടിയാണ്. ബോഡിയെ സംബന്ധിച്ചോളം ഒന്ന് ആലോചിക്കുക. ഇന്റൻസ് ആയിട്ടുള്ള ഫീലിംഗ്, ഇമോഷണൽ പെയിൻ ഉണ്ട്, എക്സ്ട്രീം ഇമോഷണൽ പെയിൻ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാ മോമുമാരെയും വിളിച്ചൊരു ഹഗ് കൊടുക്കാം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ. ഫിസിക്കൽ ടെൻഷനാണോ? ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ ടെൻഷനാണ്. ഈ ഫിസിക്കൽ ടെൻഷനും ഇമോഷണൽ ടെൻഷനിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ് ഒരു ഹ്യൂമൻ എന്ന രീതിയിൽ. ഇത് അക്യൂട്ട് സ്ട്രെസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഈ അക്യൂട്ട് സ്ട്രെസ് ഉണ്ടാക്കിയെടുക്കാനല്ല പറയുന്നത്. ഇത് ചിലർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പക്ഷെ നിങ്ങളെ എന്താണ് അക്യൂട്ട് സ്ട്രെസ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ക്ലിയർ ആണ് അക്യൂട്ട് സ്ട്രെസ് എന്നാന്ന്? ഓക്കെ, അപ്പൊ ഇതിന് സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റുകൾ കൊടുക്കുന്ന ഡെഫിനിഷൻ കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്. അപ്പൊ എന്റെ ഡെഫിനിഷൻ, ഞാൻ ഈ പറയുന്ന ടെക്നിക്കലി തെറാപ്പിസ്റ്റുകൾ പറയുന്ന ഡെഫിനിഷൻ അല്ല. ഞാൻ അക്യൂട്ട് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു സ്ട്രെസ് വന്നു, അത്
ടിപ്പിക്കലി ഒരു പീരീഡ്, വളരെ സ്മോൾ പീരീഡ്, പറ്റുവാണെങ്കിൽ ഒരു ദിവസം, പറ്റുവാണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ തീർന്നു പോകുന്ന സ്ട്രെസ്സുകളെയാണ് ഞാൻ അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയുന്നത് ഈ ഒരു കോൺവെർസേഷന് വേണ്ടി. ചിലപ്പോൾ അത് ഒരാഴ്ച നിൽക്കും, പക്ഷെ അപ്പോഴും നിങ്ങൾ അതുകൊണ്ട് തീർന്നു പോവാണ്. അപ്പൊ ഇത് ഏത് സ്ട്രെസ്സാണ് നല്ലതെന്ന് പറ, അത് ഞാൻ പറയാന്നേ, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇത് എന്താന്ന് പറയാതെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, ക്രോണിക് സ്ട്രെസ് ആണ്. അപ്പൊ ക്രോണിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 2-3 എക്സാമ്പിൾസ് ഞാൻ പറയാം ക്രോണിക് സ്ട്രെസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഇപ്പൊ ഒന്നാമത്തെ സിറ്റുവേഷൻ വെച്ചാൽ നമുക്ക് ചൈൽഡ്ഹുഡിൽ പേരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പേരൻസ് ഭയങ്കര എക്സ്ട്രീംലി സ്ട്രിക്റ്റ് ആയിരുന്നെങ്കിൽ, ചെറിയ സ്ട്രിക്റ്റ് അല്ല, എക്സ്ട്രീംലി സ്ട്രിക്റ്റ് ആയിരുന്നെങ്കിൽ, ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രീം ആയിട്ടുള്ള അബ്യൂസ് പേരൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ബേസിക്കലി ആ സ്ട്രെസ്സിന്റെ അതൊരു സ്ട്രെസ് ഉണ്ടാക്കുവാണ്, ഫിസിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ട് ടെൻഷൻ ഉണ്ടാക്കുവാണ് അല്ലെ, അതൊരു ലോങ് പീരീഡിൽ നിൽക്കുവാണ്. അപ്പൊ ബേസിക്കലി നമ്മുടെ ബ്രെയിനകത്ത് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അമിഗ്ഡല. ഇവിടെ നിങ്ങളുടെ ഈ കയ്യ് ബേസിക്കലി ഒരു ബ്രെയിൻ ആണ് എന്ന് ഇമാജിൻ ചെയ്യുവാണ്. ഇത് ബ്രെയിൻ്റെ ഫ്രണ്ട്, ഇത് ബ്രെയിൻ്റെ ബാക്ക് മോള്, ഇത് ബ്രെയിൻ്റെ താഴെ, ഇതിനകത്ത് ഈ വിരലിരിക്കുന്ന സ്ഥലമാണ് ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ലിംബിക് സിസ്റ്റത്തിനകത്ത് അമിഗ്ഡല എന്ന് പറഞ്ഞേക്കുന്ന ഒരു ചെറിയൊരു ശരിക്കും ബദാമിന്റെ സൈസുള്ള ഒരു പാർട്ടുണ്ട്. ആ പാർട്ട് ആക്ടിവേറ്റഡ് ആവും, എക്സസീവ്ലി ആക്ടിവേറ്റഡ് ആവും. അത് ഫിയർ സെന്ററുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ചുമ്മാ ഇരിക്കുമ്പോൾ സ്ട്രെസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ആൾക്കാർ വരാം. ഒരുപാട് എക്സ്ട്രീം ആയിട്ടുള്ള ഇന്റൻസ് ആയിട്ടുള്ള പേരന്റിങ് വന്നിട്ടുണ്ട്. ഇത് ക്രോണിക് സ്ട്രെസ്സിന്റെ ഒരു സിറ്റുവേഷൻ. അപ്പൊ ജനറലി സ്പീക്കിംഗ് ക്രോണിക് സ്ട്രെസ് അമിഗ്ഡല ആക്ടിവേഷനുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അപ്പൊ മാത്രമല്ല, അങ്ങനെ എക്സ്ട്രീം ഇതിലൂടെ പോയിട്ടുള്ള അഡൽട്സിന്, ചെറുപ്പത്തിലൂടെ കടന്നു പോയിട്ടുള്ള കുട്ടികളായിരുന്നപ്പോൾ കടന്നു പോയിട്ടുള്ള ആൾക്കാരുടെ അവരുടെ അമിഗ്ഡല കുറച്ചുകൂടെ വലുതാണ് കമ്പാരിറ്റീവ്ലി. അപ്പൊ ഇതൊരു കുറച്ച് ന്യൂറോളജി എലമെന്റ് കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത് PTSD ആണ്. PTSD എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അതായത് വെച്ചാൽ എന്തെങ്കിലും ജനറലി ഏറ്റവും എക്സ്ട്രീം ആയിട്ട് എക്സാമ്പിൾ പറയുന്നത് വാറിന് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ വാറിന് പോകുന്ന ആൾക്കാരെ ആ വാറില് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് സിവിയർ ആക്സിഡന്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഡെത്ത് ഉണ്ടാകുന്ന സമയത്ത് ബേസിക്കലി ഒരു സർവൈവേഴ്സ് ഗിൽറ്റ് എന്ന് പറഞ്ഞ് ബേസിക്കലി ഒരാൾക്ക് ഞാൻ സർവൈവ് ചെയ്തു, മറ്റേ ആള് രക്ഷപ്പെട്ടില്ല, ഓക്കെ, അപ്പൊ ഞാനായിരുന്നല്ലോ മരിക്കണ്ടേ എന്ന ലെവലില് ഒരു തോന്നലുണ്ടാവും. അത് റിപ്പീറ്റഡ് ആയിട്ട് ക്രോണിക് എന്ന് പറഞ്ഞാൽ കുറേ കാലത്തേക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതാണ് ബേസിക്കലി വാറിന് പോകുന്ന ആൾക്കാർക്ക്. ഇപ്പൊ അമേരിക്കയിലാണെങ്കിൽ വെറ്ററൻസ് അഫയേഴ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ പോലെ കൗൺസിലിങ്ങും തെറാപ്പിയും ഒക്കെ കിട്ടും. സോ ദാറ്റ് അവർക്ക് അതിൽ നിന്ന് അവർ രാത്രി ചിലപ്പോൾ ഈ വാറുള്ള സീനുകൾ കണ്ട് എഴുന്നേക്കും. അവർ ആ ശരിക്കും റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ പോകും. കാരണം അവരുടെ അമിഗ്ഡല സിഗ്നിഫിക്കൻ്റ്ലി എക്സ്ട്രീംലി ആക്റ്റീവായി പോയി, കാരണം അത്ര ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ പോവുകയാണ്. ഇവിടെ ഞാനൊരു ചെറിയൊരു പോയിന്റ് ഒന്ന് ആഡ് ചെയ്യുവാണ്, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കരുത്. ഇവിടെ ഒരു പോയിന്റ് ആഡ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ എന്നെ ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരും തെറാപ്പിസ്റ്റുകളായിട്ടുള്ള ആളും PhD സൈക്കോളജി ഉള്ളവർ കുറെ പേര് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞാൽ, ഈ സംഭവം ആനിമൽസിന് ഉണ്ടാകുന്നില്ല ഫോർ ദ മോസ്റ്റ് പാർട്ട്. വളരെ മിനിമം ലെവലിൽ ഉണ്ടാകുമായിരിക്കും, പക്ഷെ ഫോർ ദ മോസ്റ്റ് പാർട്ട് ഉണ്ടാകുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ഒരു സെക്കൻഡ് ആൻസർ ചെയ്യാം. എന്തുകൊണ്ടാണ് ആനിമൽസിന് ഇതില്ലാത്ത, നമുക്ക് മാത്രം ഇതുള്ളത്? ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യവും അനിമൽസിനില്ല. ജനറലി സ്പീക്കിംഗ് ക്രോണിക് സ്ട്രെസ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടാവും. അതായത് എന്താ വെച്ചാൽ സീബ്രാസിന് അക്യൂട്ട് സ്ട്രെസ് ഉണ്ട്, ക്രോണിക് സ്ട്രെസ് ആനിമൽസിന് വളരെ കുറവാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് ഞാനൊരു സെക്കൻഡ് പറഞ്ഞുതരാം. പക്ഷെ അതിന് മുമ്പായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ, ഞായറാഴ്ച സൺഡേയിൽ നമ്മൾ വീട്ടിലിരിക്കുവാണ്. ഓക്കെ, സൺഡേയിൽ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് മൺഡേയിലെ വർക്കിനെ കുറിച്ച് നമുക്ക് പേടിയുണ്ടാകുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സീബ്ര ഇരുന്നിട്ട് ഞായറാഴ്ച വൈകുന്നേരം 7 മണിയായി. തിങ്കളാഴ്ചകളിലാണ് സാധാരണ ലയൺസ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പൊ തിങ്കളാഴ്ചകൾ ഞാൻ പുല്ല് കഴിക്കാൻ പോകാതിരുന്നാലോ? ചൊവ്വാഴ്ചകളിൽ നമുക്ക് പുല്ല് പറിക്കാൻ പോയാലോ? സിക്ക് വിളിച്ചാലോ? അല്ലെങ്കിൽ ഇന്ന് വെക്കേഷൻ എടുത്താലോ? അല്ലെങ്കിൽ ചുമ്മാ വീട്ടിൽ ചെറിയ റിലാക്സ് ഒക്കെ ചെയ്ത് വീട്ടിൽ തന്നെ ഇരുന്നാലോ? സീബ്രകൾക്ക് തിങ്ക് ചെയ്യാനുള്ള മെന്റൽ കപ്പാസിറ്റി ഇല്ല, അല്ലെ? അപ്പൊ അവരെ സംബന്ധിച്ചോളം പ്രെഡിക്റ്റിംഗ് സ്കിൽ ഇല്ല. അപ്പൊ ബേസിക്കലി ഹ്യൂമൻ ബ്രെയിനിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു ഡെഫിനിഷന്, ഹ്യൂമൻ ബ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പറയുന്ന ഈ ഡെഫിനിഷൻ കംപ്ലീറ്റ് അല്ല, പക്ഷെ ഈ ഒരു ടോപ്പിക്കിന് വേണ്ടി മാത്രം ഈ ഡെഫിനിഷൻ യൂസ് ചെയ്യാം. ഹ്യൂമൻ ബ്രെയിൻ ഇസ് എ പ്രെഡിക്ഷൻ മെഷീൻ ആണ്, അതായത് പ്രെഡിക്റ്റീവ് ആണ്. ഓക്കെ, ജനറലി സ്പീക്കിംഗ് ബ്രെയിൻ ഒരു പ്രഡിക്ഷൻ മെഷീൻ ആണ്. ഇതൊരു ആക്യുറേറ്റ് ഡെഫിനേഷൻ അല്ല, ന്യൂറോളജിസ്റ്റുകൾ തന്നെ പറയുന്ന ഡെഫിനേഷൻ ആണ്, പക്ഷെ എനിക്കൊരു ആക്യുറേറ്റ് ഡെഫിനേഷൻ ആയിട്ട് തോന്നിയിട്ടില്ല. ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ പ്രഡിക്ഷൻ മെഷീനേക്കാളും സോ മച്ച് മോർ ആണ്. പക്ഷെ ഇവിടെ ഈ ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഹ്യൂമൻസിനെ ഉള്ളൂ.
ഇത് ഫ്യൂച്ചറാണ്, ഇത് കറണ്ടാണ്. സീബ്രയെ സംബന്ധിച്ചുള്ള സീബ്രയ്ക്കുള്ള കപ്പാസിറ്റി എന്ന് വെച്ചാൽ ഈ കറണ്ടിൽ ലയൺ ഓടിക്കാൻ തുടങ്ങിയ സമയത്ത് സീബ്രയ്ക്ക് ഓക്കെ എന്റെ ജീവിതം എങ്ങനെ രക്ഷപ്പെടുത്തണം, അവിടെ ഞാൻ ഇങ്ങനെ പോയാൽ രക്ഷപ്പെടും, ഇങ്ങനെ പോയാൽ രക്ഷപ്പെടും എന്നുള്ള ലോ എൻഡ് പ്രഡിക്ഷൻ മെഷീനാണ് സീബ്രയുടെ ബ്രെയിൻ. ഓക്കെ, അപ്പൊ ഈ ലോ എൻഡ് പ്രഡിക്ഷൻ മെഷീൻ ആയതുകൊണ്ട് എന്താണ് സിറ്റുവേഷൻ വെച്ചാൽ നമുക്ക് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്തത് രക്ഷപ്പെട്ടു സീബ്രയെ സംബന്ധിച്ചുള്ള. സീബ്രയുടെ ലൈഫ് ഭയങ്കര ഈസിയായി. സീബ്ര എന്താ ചെയ്യുന്നത്? സീബ്ര വന്നിട്ട് ഈ പറഞ്ഞ പോലെ തലേദിവസം ഈ നമ്മുടെ ആളെ പോലെ ഇരുന്ന് അസ്വസ്ഥനായിട്ടിരിക്കുന്നില്ല. നമ്മുടെ ആൾക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. അയാള് എന്താണ് രാത്രി മുഴുവൻ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച രാത്രി മുഴുവൻ ഈ പറഞ്ഞ പോലെ ചെറിയൊരു ഗ്ലാസ് ഒക്കെ കാണുന്നുണ്ട്, അതിനകത്ത് എന്നാണ് വല്ല വിസ്ക് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, എനിവേ അതൊക്കെ കഴിച്ച് നാളെ പോയി ഓഫീസിൽ പോയിരിക്കുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞായറാഴ്ച തന്നെ സ്ട്രെസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ ക്രോണിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഫ്യൂച്ചറിൽ ഇന്നതാണെന്ന് ഇമാജിനേഷൻ വെച്ച് പ്രഡിക്റ്റ് ചെയ്യണം. ഇമാജിനേഷൻ വെച്ചല്ലേ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നാളത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട് എന്ന് പറയുന്നത്, നമ്മൾ നാളത്തെ കാലാവസ്ഥ ഓക്കെ മറ്റു രീതിയിൽ മെറ്റീരിയൽസ് നമ്മളെ ഈ പറഞ്ഞ പോലെ വെതർ സ്റ്റഡി ചെയ്യുന്ന ആൾക്കാര് ഈ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും അവർ സ്റ്റഡി ചെയ്യുമായിരിക്കും. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. നാളത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഫ്യൂച്ചർ എന്താണ് നമ്മൾ എപ്പോഴും പ്രൊഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ബിസിനസ് എങ്ങോട്ട് പോവാ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രോഫിറ്റ് എങ്ങോട്ട് പോവാ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങോട്ട് പോവാൻ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഹെൽത്ത് എങ്ങോട്ട് പോവാ പ്രൊഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു പ്രൊഡിക്ഷൻ മെഷീൻ ആണെന്ന് ഞാൻ ഹ്യൂമൻ ബ്രെയിനെ ജനറലൈസ് ചെയ്യുവാണ്. ഞാൻ പറഞ്ഞ കാര്യമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ ന്യൂറോളജിസ്റ്റുകൾ പറഞ്ഞ ഒരു കാര്യമാണ് ബ്രെയിൻ ഒരു പ്രഡിക്ഷൻ മെഷീനാണ്. പക്ഷെ ഞാൻ ബ്രെയിൻ അതിനേക്കാളും വലുതായിട്ടാണ് കാണുന്നത്. അത് മറ്റൊരു ടോപ്പിക്കിൽ മറ്റൊരു ദിവസം നമുക്ക് പറയാം. അപ്പൊ ഇതാണ് ക്രോണിക് സ്ട്രെസ്. അപ്പൊ ക്രോണിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇമോഷണൽ ഫിസിക്കൽ ടെൻഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഫോർ എ വെരി ലോങ് പീരിയഡ് ഓഫ് ടൈം. സംടൈംസ് നിങ്ങൾക്ക് മന്ത്സ് ആൻഡ് ഇയേഴ്സ് ആയിരിക്കും. സൺഡേയിൽ വർക്ക് സ്ട്രെസ് ഞാൻ നേരത്തെ പറഞ്ഞു, PTSDയുടെ കാര്യം പറഞ്ഞു. അത് മാത്രമല്ല ഇവിടെ എക്സസീവ് പേരന്റിങ് ഉള്ള ആൾക്കാർ, ഇത് മൂന്നൂറ് വന്നു കഴിഞ്ഞാൽ സിഗ്നിഫിക്കന്റ് പ്രോബ്ലം ആയി. കണ്ടോ, ഇത് സ്റ്റാക്ക് ചെയ്ത് വന്നതാണ്. പേരൻസിന്റെ അവിടെ ഭയങ്കര ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൂടാതെ നമ്മൾ വാറിന് പോയി, അത് കഴിഞ്ഞ് നമ്മളൊരു ജോലി എടുത്തു കഴിഞ്ഞാൽ വി ആർ ഡീപ് ചാലഞ്ച്. ഓക്കെ, അപ്പൊ ഇതാണ് ക്രോണിക് സ്ട്രെസ്. അപ്പൊ ഏത് സ്ട്രെസ് ആണ്, പെട്ടെന്ന് പറഞ്ഞേ, ഏത് സ്ട്രെസ് ആണ് നല്ലത്? ഓക്കെ, അപ്പൊ അതിന് മുമ്പായിട്ട് അക്യൂട്ട് ആൻഡ് ക്രോണിക് സ്ട്രെസ് എന്ന് പറഞ്ഞ ആ ഒരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. അക്യൂട്ട് ആൻഡ് ക്രോണിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ആണ് സീബ്രയുടെ സ്ട്രെസ്. എന്താണ്? ലൈഫ് ആൻഡ് ഡെത്ത് ആണ്, അല്ലെ? ലൈഫ് ആൻഡ് ഡെത്ത് ആണ് ഭയങ്കര അക്യൂട്ട് ആണ്. ഒരു ബേബിനെ ഡെലിവറി ചെയ്യുന്നത് അക്യൂട്ട് ആയിട്ടുള്ള സ്ട്രെസ് ആണ്. ഒരുപക്ഷെ ആരും അതിനെ അങ്ങനെ ഒരു ഡെഫിനേഷൻ ആയിട്ട് കണ്ടിട്ടുണ്ടാകില്ല ഡെലിവറിനെ. ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്കതൊരു അക്യൂട്ട് സ്ട്രെസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഫിസിക്കൽ ഇന്റൻസ് ബോഡി, ഇന്റൻസ് ഇമോഷൻ രണ്ടും ഉണ്ടാകുന്നുണ്ട്. ഇന്റൻസ് ഫീലിംഗ് ഉണ്ട്, ഇന്റൻസ് ബോഡി റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് സിറ്റുവേഷന് എക്സ്റ്റെൻഡഡ് ആയി പോവാണ്. പ്രഗ്നൻസിയുടെ ഡെലിവറിയുടെ പെയിന് ഒരു 6 മാസം നിൽക്കുവാണെങ്കിൽ അത് ക്രോണിക് പെയിൻ ആണ്. ക്രോണിക് ആൻഡ് അക്യൂട്ട് ആണ്. കണ്ടോ, സീബ്ര ഒരു പ്രാവശ്യം ഓടിക്കൊണ്ടിരിക്കുക, 4 മിനിറ്റ് ഓടാനേ സീബ്രയ്ക്ക് പറ്റുള്ളൂ. സീബ്ര ഒരു 24 മണിക്കൂർ ഓടേണ്ട വരുവാണെന്നിരിക്കട്ടെ. ഓക്കെ, എൻ്റെ ഒരു ഫ്രണ്ടാണ് തെരേസ ഡെഗോൽ എന്ന് പറഞ്ഞ ആള്. തെരേസ ഡെഗോൽ ഒരു ഒളിമ്പിക് ചാമ്പ്യൻ ആണ്. പുള്ളിക്കാരി കാർൽ ലൂയിസിനോടൊക്കെ റൺ ചെയ്തിട്ടുള്ള ആളാണ്. കാർൽ ലൂയിസ് പുള്ളിക്കാരുടെ കോച്ചായിരുന്നു, ഒരു പഴയ ഒരു ഓട്ടക്കാരൻ. അപ്പം പുള്ളിക്കാരിക്കാണ്, ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, പുള്ളിക്കാരിക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ റെക്കോർഡുള്ളത് ട്രെഡ്മില്ലിൽ റൺ ചെയ്തതിന്. പുള്ളിക്കാരുടെ 17 മണിക്കൂറോ മറ്റുമാണ് ട്രെഡ്മില്ലിൽ റൺ ചെയ്യുന്നത്. നമ്മൾ ജിമ്മിലുള്ള ട്രെഡ്മില്ലിൽ 17 മണിക്കൂർ റൺ ചെയ്യുക ക്രോണിക് സ്ട്രെസ് ആണ്. ഓഫ് കോഴ്സ് പുള്ളിക്കാരി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറാനായിട്ട് ചെയ്തതാണ്. പുള്ളിക്കാരുടെ ഇതിനെ പല പ്രാവശ്യം ബീറ്റ് ചെയ്തിട്ടുണ്ട്. ക്രോണിക് സ്ട്രെസ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ്. 16-17 hours ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഒരു 16 ഞാൻ ഓടുന്ന കണ്ടിട്ടില്ല, ഞാൻ പരിചയപ്പെടുന്നതിന് മുമ്പാണ് പുള്ളിക്കാർ ഓടിയത്. അപ്പോൾ ഇങ്ങനെ ഓടുമ്പോൾ പുള്ളിക്കാരുടെ കാല്, ഓടുന്ന വീഡിയോ എനിക്ക് അയച്ചിട്ടുണ്ട്, ഗൂഗിളിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഓടുമ്പോൾ കാല് ഇങ്ങനെ സ്ട്രെയിൻ എടുത്ത് ക്രോണിക് ആയിട്ടുള്ള സിറ്റുവേഷനിലെത്തും. അപ്പൊ ഇതാണ് അക്യൂട്ട് ആൻഡ് ക്രോണിക് സ്ട്രെസ്. അക്യൂട്ട് സ്ട്രെസ് എന്താണ്? വളരെ അക്യൂട്ട് ആയിട്ടുള്ള സ്ട്രെസ് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നു. ക്രോണിക് സ്ട്രെസ് എന്താണ്? നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ലോങ് പീരീഡിൽ സ്ട്രെസ് ഫീൽ ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ ബിഗസ്റ്റ് ആയിട്ടുള്ള മിസ്റ്റേക്ക് എന്താ വെച്ചാൽ, ഹ്യൂമൻസ്, ഈവൻ സൈക്കോളജിസ്റ്റുകളും തെറാപ്പിസ്റ്റുകളും, ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നവരും എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ആക്യുറസി കുറവുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സജസ്റ്റ് ചെയ്യുക. എസ്പെഷ്യലി നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ മോസ്റ്റ് ലൈക്ലി അതിന് പോസിബിലിറ്റി കുറവാണ്. പക്ഷെ എന്നാലും ഞാൻ ഐ എം ഓപ്പൺ ടു ലിസണിങ്. ഈ ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ഈ ക്രോണിക് സ്ട്രെസ്സിനെ അക്യൂട്ട് സ്ട്രെസ്സിനെ തമ്മിൽ കൂട്ടിക്കെട്ടി വെച്ചേക്കുവാണ്. അതായത് ക്രോണിക് സ്ട്രെസ്സും അക്യൂട്ട് സ്ട്രെസ്സും സ്ട്രെസ് ആയിട്ടാണ്
ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത്. ഈ സെപ്പറേഷൻ സൈക്കോളജിക്കൽ വേൾഡിൽ വന്നിട്ടില്ല. മനുഷ്യനെ സംബന്ധിച്ചോളം ഈ സെപ്പറേഷൻ വരാത്ത അത്രയും കാരണം നമ്മളെ സംബന്ധിച്ചോളം എല്ലാത്തിനും നമ്മൾ സ്ട്രെസ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും, ഓ അങ്ങനെയാണെങ്കിൽ ക്രോണിക് സ്ട്രെസ് കൊണ്ട് അങ്ങനെ പ്രശ്നം വരികയില്ല, നിങ്ങളൊന്ന് എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, ഏത് സ്ട്രെസ്സാണ് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ളത്, ഓക്കെ, അതിലേക്കാണ് നമ്മൾ കയറുന്നത്. പക്ഷെ ഇപ്പോഴത്തെ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഇത് രണ്ട് ആനിമലാണ്. ഒരെണ്ണം യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക്, ഒരെണ്ണം നിങ്ങൾക്ക് ഡിസ്ട്രക്റ്റീവ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം ചിലപ്പോൾ ഗസ് ചെയ്യാൻ പറ്റിയേക്കും അതെന്താണ്. പക്ഷെ ഞാനത് പറയാം, അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാൻ പോകുന്നുണ്ട്. ബേസിക്കലി 30 ഡേ സെയിൽസ് വിത്ത് റൂബിൾ എന്ന് പറഞ്ഞേക്കുന്നത്. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. 30 ദിവസം കൊണ്ട് അമേരിക്കൻ ആയിട്ടുള്ള കമ്പനികൾ എങ്ങനെ എഫക്റ്റീവായിട്ട് സെയിൽസ് ചെയ്യുന്നു, ആ സെയിൽസ് ഞാനിപ്പോൾ ഓൾറെഡി 2000 പേരെ കഴിഞ്ഞ 2 മാസം കൊണ്ട് പഠിപ്പിച്ചു. 100,000 ആൾക്കാരെ നമ്മളെ സംബന്ധിച്ചുള്ള സെയിൽസ് വിത്ത് റൂബിൾ പഠിപ്പിക്കുക, ഈ വർഷം കൊണ്ട് പഠിപ്പിച്ച് തീർക്കുക എന്നുള്ള എൻ്റെ ഗോള്. അപ്പൊ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സെല് ചെയ്യാൻ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങളെ ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആദ്യം നിങ്ങൾ പഠിച്ചിരിക്കേണ്ട സെയിൽസ് ആണ്. അപ്പൊ ആ സെയിൽസ് പഠിക്കാനായിട്ട് ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഞാൻ നിങ്ങൾക്ക് ട്രെയിനിങ്ങൾ അയച്ചു തരികയും നിങ്ങളോട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുക, അത് ഡീബ്രീഫ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ പാർട്ടാണെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ആക്ഷൻ ചെയ്യാം. അത് കൂടാതെ 90 ഡേയ്സ് ലൈഫ് എന്ന് പറഞ്ഞ എൻ്റെ ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്ത് സെയിൽസ് പഠിക്കാം, 90 ഡേയ്സ് ലൈഫ് യൂസ് ചെയ്യാൻ, രണ്ടും ഉപയോഗിച്ച് നിങ്ങളുടെ ബിസിനസിന്റെ എക്സലിലേക്ക് ഉണ്ടാവും. അതിനെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ബുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ 30 ഡേയ്സ് സെയിൽസ് വിത്ത് റൂബിൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ആ ജോയിൻ ചെയ്താലാണ് ഞാനുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഞാൻ നിങ്ങളെ സെയിൽസ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഗൈഡ് ചെയ്യാം. അപ്പൊ ശരിക്കും എന്താണ് നമ്മൾ ചെയ്യുന്നത്? സോ വാട്ട് സ്ട്രെസ് ഇസ് ഗുഡ് ഫോർ യു? അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു ഡീറ്റെയിലൂടെ ആഡ് ചെയ്തോട്ടെ. ഹ്യൂമൻസ് ആർ ക്രോണിക് സ്ട്രെസ് ക്രിയേറ്റേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ സംബന്ധിച്ചോളം ഭാവന ഉപയോഗിച്ച് നമ്മൾ ക്രോണിക് സ്ട്രെസ് ഉണ്ടാക്കുന്ന ജീവികളാണ്. ഈ കഴിവ് ഏറ്റവും കൂടുതൽ മാസ്റ്റർ ചെയ്ത ആൾക്കാർ നമ്മളാണ്. അപ്പൊ ക്രിയേറ്റർ നമുക്ക് ഇമാജിനേഷൻ എന്ന് പറഞ്ഞൊരു ഗിഫ്റ്റ് തന്നു. കാരണം നമ്മുടെ ബ്രെയിൻ കുറെ കൂടെ കോംപ്ലക്സ് ആയി. മറ്റ് ബ്രെയിനുകൾ, ഒരു പല്ലിയെ സംബന്ധിച്ചോളം പല്ലി ഇരുന്നിട്ട് 50 വർഷത്തെ പ്ലാനിങ് നമുക്ക് നടത്താം എന്ന് വിചാരിക്കുന്നില്ല. 50 വർഷത്തെ പ്ലാനിങ്, ജപ്പാൻകാർ പ്ലാനിങ് 50 വർഷത്തേക്ക് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു പ്ലാനിങ് നടത്താമെന്ന് ഒരു പല്ലി ഇരുന്ന് പറയുന്നില്ല. പല്ലി സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ, അല്ലെ? അപ്പം നമ്മുടെ ബ്രെയിന് ലിസാർഡിൽ നിന്ന് ഇവോൾവ് ചെയ്ത്, മങ്കികളിൽ നിന്ന് ഇവോൾവ് ചെയ്ത്, നമ്മുടെ ഇതിലേക്ക് ഇവോൾവ് ചെയ്ത് വന്നപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മുടെ ഇമാജിനേഷൻ ആണ് നമ്മുടെ ഏറ്റവും വലിയ ഫാക്കൽറ്റി. ഓക്കെ, ഇപ്പൊ നമ്മളെ ഹാരി പോട്ടർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ക്രിയേഷൻ ഉണ്ടാക്കുന്ന ഒരു ഇമാജിനേഷൻ ആണ്, അല്ലെ? നമ്മളെ സംബന്ധിച്ചാൽ നമ്മൾ നോക്കി നമുക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇമാജിനേഷൻ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ, ലോകത്തിലേക്ക്, നേച്ചറിലേക്ക് നോക്കി കഴിഞ്ഞാൽ, ഒരു നിങ്ങൾ എത്ര കാലം ഈ ഭൂമി എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കുന്നതിനനുസരിച്ച് നിങ്ങളിപ്പോൾ 4 ലക്ഷം അല്ലെങ്കിൽ ഒരു ബില്യൺ വർഷം ഇരുന്ന ഒരു ഭൂമിയായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ 10 ലക്ഷം 20 ലക്ഷം വർഷം മുമ്പ് ജീവിച്ചിരുന്ന സ്ഥലത്ത് തന്നെയാണ് ഉറുമ്പുകൾ ഇപ്പോഴും ജീവിക്കുന്നത്. അതേ കൺസ്ട്രക്ഷൻ തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷികൾ അന്ന് എങ്ങനെ ജീവിച്ചിരുന്നു അതുപോലെയാണ് ഇവിടെയും ജീവിക്കുന്നത്. നിങ്ങൾ 10,000 വർഷമായിട്ടാ അല്ലെങ്കിൽ 7,000 വർഷമായിട്ടാ ലോകമുള്ളതെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അന്നും ഇന്നും തമ്മിൽ മൃഗങ്ങൾക്ക് യാതൊരു ഡിഫറൻസും ഇല്ല. പ്രിറ്റി മച്ച് അവർ സെയിം തന്നെയാണ്. നമ്മുടെ എവല്യൂഷൻ കണ്ടോ, നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ജീവിച്ച് നമ്മളെ പുതിയ കൺസ്ട്രക്ഷനും പുതിയ സാധനങ്ങളും പുതിയ ഫെസിലിറ്റീസും പുതിയ സാധനങ്ങളും ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന സോഷ്യൽ മീഡിയയിലായി മാറി, അല്ലേ? അപ്പൊ ഈ എവല്യൂഷൻ ഉണ്ടായതെന്നു വെച്ചാൽ ഇമാജിനേഷൻ വഴിയാണ്. പക്ഷെ ആ ഇമാജിനേഷൻ ഹ്യൂമൻസ് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ, ഈ എല്ലാ ഹ്യൂമൻസും എസ്പെഷ്യലി ഈ പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് സ്ട്രെസ്സേഴ്സ് നമുക്ക് വരുന്നതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ ക്രോണിക് സ്ട്രെസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്ര പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടാവും ഏത് സ്ട്രെസ്സാണ് നമുക്ക് നല്ലത്. അക്യൂട്ട് സ്ട്രെസ് നമുക്ക് നല്ലതാണ്, ക്രോണിക് സ്ട്രെസ് നമുക്ക് നല്ലതല്ല. എങ്ങനെ അങ്ങനെ പറയാൻ പറ്റും? എസ്പെഷ്യലി നിങ്ങൾ തെറാപ്പിസ്റ്റ് ആയിട്ടുള്ള, സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ളവർ പറയും, റൂബിൾ എങ്ങനെ ഇതുവരെ പറഞ്ഞതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതുവരെ നിങ്ങൾ പറഞ്ഞേക്കുന്ന സൈക്കോളജിയെ കുറിച്ച് ന്യൂറോളജിയെ കുറിച്ച് എല്ലാം വളരെ ഫാസിനേറ്റിംഗ് ആയിരുന്നു, പക്ഷെ ഇതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എസ്പെഷ്യലി കൂടുതൽ നോളജബിൾ ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അല്ലാതെ കുറച്ചുകൂടെ ഓപ്പൺ ആയിരിക്കും. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് ഞാൻ ബാക്കിയുള്ളവരോട് പറഞ്ഞ് കേട്ട ശേഷം നിങ്ങൾ അതിന്റെ കമന്റ് പറഞ്ഞു. അപ്പൊ നമ്മുടെ ബ്രെയിനിൽ ബേസിക്കലി ഡാനിയൽ സീഗൽ എന്ന് പറഞ്ഞേക്കുന്ന ഒരു ന്യൂറോ സയന്റിസ്റ്റ് ഉണ്ട്, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള. വർഷങ്ങളായി, ഇപ്പോൾ ഒരുപാട് പ്രായമായി, പുള്ളി ഒരുപാട് വർക്ക് ചെയ്യുന്നില്ല. പുള്ളിയുടെ ഡെവലപ്പിംഗ് മൈൻഡ് എന്ന് പറഞ്ഞേക്കുന്ന പുള്ളിയുടെ ഒരു ബുക്ക് നിങ്ങൾ സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ മസ്റ്റ് ആയിട്ട് വായിച്ചിരിക്കുന്ന ഒരു ബുക്കാണ്. എന്നെ ഏറ്റവും കൂടുതലായിട്ടുള്ള, ഞാൻ ഒരു മോഡേൺ ഡേ സിഗ്മണ്ട് ഫ്രോയിഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആളാണ് ഡാനിയൽ സീഗൽ. ഡാനിയൽ സീഗലിന്റെ വർക്ക് എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡാനിയൽ സീഗൽ എസ്പെഷ്യലി ഡെവലപ്മെന്റ് മൈൻഡിന്റെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള വേർഷനകത്ത് ഒരുപാട് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും.
ഓക്കെ, അപ്പൊ ഡാനിയൽ സീഗിള് ബേസിക്കലി മിഡ് പ്രൊഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പറ്റുവാണെങ്കിൽ ഞാൻ പിൽക്കാലത്ത് ഒരു വീഡിയോ തന്നെ ചെയ്യാം. അപ്പൊ ഈ മിഡ് പ്രൊഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഹിന്ദുസ് പറയുന്ന ഈ പറഞ്ഞ പോലെ നെറ്റിയാണ്, നമ്മൾ പൊട്ടുകൂട്ടുന്ന സ്ഥലമാണ്. അപ്പം നെറ്റിയുടെ നടുവാണ് ഈ ഏരിയ ആണ്. അപ്പം നമ്മൾ ഇതൊരു ബ്രെയിൻ ആണെങ്കിൽ ഈ രണ്ട് വിരലാണ്. ഓക്കെ, ബ്രെയിൻ ഇങ്ങനെ ഇരിക്കുന്നു, നിങ്ങളുടെ തല ഇങ്ങനെ, ഫേസ് ഇങ്ങനെ ഇവിടെ ഇരിക്കുവാണ്, ഇവിടെ രണ്ട് കണ്ണുകൾ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ കണ്ണുകൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതാണ് മിഡ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്. ഈ മിഡ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കുറച്ച് ഏരിയകളിൽ, ഈ ഏരിയയിലാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ഫാക്കൽറ്റീസ് ഇരിക്കുന്നത്. എംപതി അവിടെയാണ് ഇരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഫിയറിനെ ക്രഷ് ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് അവിടെ ആയിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ എൻ്റയർ ആയിട്ടൊരു വീഡിയോ പിൽക്കാലത്ത് നിങ്ങൾക്ക് ക്യൂരിയസ് ആണെങ്കിൽ ചെയ്യാം. അവിടെയുള്ള ബ്രെയിൻ്റെ ഒരു പാർട്ടാണ് ആന്റീരിയർ മിഡ് സിംഗുലേറ്റ് കോർട്ടെക്സ്. ആന്റീരിയർ മിഡ് സിംഗുലേറ്റ് കോർട്ടെക്സ് ഒരുപാട് സ്റ്റഡീസിൽ, ഒരു യൂറോപ്യൻ സ്റ്റഡിയിലും ഒരുപാട് സ്റ്റഡീസിൽ ആ ആന്റീരിയർ മിഡ് സിംഗുലേറ്റ് കോർട്ടെക്സ് വലുതാകുന്നതായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. എപ്പം? നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ. നമ്മൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന പറഞ്ഞാൽ, മറ്റു രീതിയിൽ പറഞ്ഞാൽ, നമ്മൾ അക്യൂട്ട് സ്ട്രെസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബേസിക്കലി ആന്റീരിയർ മിഡ് സിംഗുലേറ്റ് കോർട്ടെക്സ് വലുതാവും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട് ബ്രെയിനിലുള്ള ഒരു ചെറിയ ഒരു പാർട്ടുണ്ട്, ആന്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ് എന്ന് പറഞ്ഞേക്കുന്നത്. ആ പാർട്ട് വലുതാവുകയാണ്, ലിറ്ററലി വലുതാവുകയാണ്. നിങ്ങളൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ നോക്കുകയാണ്, അപ്പം അത് വലുതാവുകയാണ്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ നാളെ തൊട്ട് റൺ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വലുതാവും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇതാകാം. അപ്പൊ പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിലുള്ള ചിന്ത, ഇതാണ് ഞാൻ പണ്ട് തൊട്ടേ പഠിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്, സാക്രിഫൈസ് ചെയ്യണമെന്ന്. സാക്രിഫൈസ് ചെയ്യുന്നതിന്റെ ഗുണം ഇതാണ് എന്ന രീതിയിൽ. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. സാക്രിഫൈസ് ചെയ്യുന്നു എന്നുള്ളതല്ല ഇതിനകത്ത് കീ. ഇവിടെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞേക്കുന്ന ഒരു ഫാക്ടർ ഞാൻ എഗ്രി ചെയ്യാം. ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തു, സാക്രിഫൈസ് ചെയ്താൽ ഗുണം ഉണ്ടാവും തീർച്ചയായിട്ടും. ഈ പറഞ്ഞ ആന്റീരിയർ സിംഗുലേറ്റ് ഗ്രോ ചെയ്യുമായിരിക്കും, ആന്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ് ഗ്രോ ചെയ്യുമായിരിക്കും. പക്ഷെ അതല്ല ഇവിടുത്തെ ഞാൻ പറയാൻ പോകുന്നത്, അതിനല്ല ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യുവാണ്. എഗെയിൻ ആ ഒരു ടോപ്പിക്, സാക്രിഫൈസ് വേഴ്സസ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ ക്യൂരിയസ് ആണെങ്കിൽ ഒരുപക്ഷെ ഞാൻ അതിനെക്കുറിച്ച് പിൽക്കാലത്ത് സംസാരിക്കാൻ നോക്കാം. അപ്പൊ കീ പോയിന്റ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ ബേസിക്കലി നിങ്ങളുടെ ആന്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ് വലുതാവും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മിഡ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സിലുള്ള നിങ്ങളുടെ ബ്രെയിനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെല്ലുകൾ ഇരിക്കുന്ന സ്ഥലമാണ്. അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താഴെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് വരുന്നതിനനുസരിച്ച് നിങ്ങളുടെ സെല്ലുകളുടെ ബുദ്ധി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള സെല്ലിന്റെ ബുദ്ധി, ഒരുവിധം ബുദ്ധിയുണ്ട്, വയറുള്ള സെല്ലുകളുടെ ബുദ്ധിയുണ്ട്, ഹാർട്ടിന്റെ ഫ്രണ്ടിലുള്ള കുറെ ബുദ്ധിയുണ്ട്, ഇവിടെയുള്ള സെല്ലുകൾ കുറെ ബുദ്ധിയുണ്ട്, ഇവിടെ കുറച്ചുകൂടെ ബുദ്ധിയായി. ഇവിടെയുള്ള ന്യൂറോൺസ്, ഇവിടെ എല്ലാം ന്യൂറോൺസ് ഉണ്ട്, വയറിലുണ്ട്, ഹാർട്ടിലുണ്ട്, ഇവിടെ ബോഡിയിൽ മുഴുവൻ ന്യൂറോൺസ് ഉണ്ട്. പക്ഷെ അവിടുന്ന് ബുദ്ധി കൂടി ഇവിടെ എല്ലാം ബുദ്ധിയുള്ള ആൾക്കാർ, നമ്മുടെ ക്ലാസ്സിന്റെ ഫ്രണ്ടിലിരിക്കുകയല്ലേ നമ്മുടെ കുട്ടികളൊക്കെ. നമ്മൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരെ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ട് ടീച്ചർ എടുത്തിയത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫ്രണ്ടിലാണ് ഏറ്റവും ബുദ്ധിയുള്ള ന്യൂറോൺസിനെ ക്രിയേറ്റർ കൊണ്ട് എഴുതിയേക്കുന്നത്. അപ്പൊ ഈ ഫ്രണ്ടിലുള്ള ഏറ്റവും ബുദ്ധിയുള്ള ന്യൂറോൺസ് ആക്ടിവേറ്റ് ആവുകയാണ് നിങ്ങൾ അക്യൂട്ട് സ്ട്രെസ് കൊടുക്കുമ്പോൾ. അപ്പൊ എന്താണ് ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത്? അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും ഒരു സെക്കൻഡിൽ. ഓക്കെ, അപ്പൊ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ ആന്റീരിയർ മിഡ് സിംഗുലേറ്റ് കോർട്ടെക്സ് വലുതായി കഴിഞ്ഞാൽ നിങ്ങളുടെ വിൽ പവർ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൂടും. നിങ്ങൾ എൻ്റെ പല വീഡിയോസ് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ വീഡിയോ നിങ്ങൾ നെക്സ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾ ബിസിനസ്സിൽ ലൈഫിൽ നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. ഒരെണ്ണം ലൈഫ് എനർജിയാണ്, ലൈഫ് എനർജിയായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണ്. രണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിൽ പവറുമായിട്ട് കണക്ഷൻ ഉണ്ടാകണം. ഓക്കെ, 3 ഗ്രേസുമായിട്ട് കണക്റ്റഡ് ആണ്, ക്രിയേറ്ററുമായിട്ട് കണക്റ്റഡ് ആണ്, നേച്ചറായിട്ട് കണക്റ്റഡ് ആണ്, യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഇത് 3 ഉണ്ടെങ്കിലാണ് മുകളിലോട്ടൊരു കണക്ഷൻ, നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ, ലൈഫുമായിട്ടുള്ള കണക്ഷൻ. ഇത് 3 ഉണ്ടെങ്കിലാണ് ബേസിക്കലി നിങ്ങൾ എക്സ്ട്രീംലി സക്സസ്ഫുൾ ആകുന്നത്. അതിനകത്ത് ഈ വിൽ പവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ്. ഒബ്വിയസ്ലി വില്ല് ഇവിടെയാണ് ഇരിക്കുന്നത്, ഫോർ ഹെഡിലാണ് ഇരിക്കുന്നത്. ആ വിൽ പവറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആന്റീരിയർ മിഡ് സിംഗുലേറ്റ് കോർട്ടെക്സ് ആണ്. ഓക്കെ, അത് മാത്രമല്ല ഈ മിഡ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, അതായത് ഫ്രണ്ടിലായിട്ടുള്ള പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ചുമ്മാ പേരൊന്നും നോക്കണ്ട, ബേസിക്കലി വെച്ചാൽ ഫ്രണ്ടിലുള്ള ഒരു സാധനം എന്ന് വിചാരിച്ചാൽ മതി. തലയുടെ ഫ്രണ്ടൽ കോർട്ടെക്സ്. അപ്പൊ മിഡ് എന്ന് പറഞ്ഞാൽ നടുക്ക് ഫ്രണ്ടിലുള്ള സാധനം. ഓക്കെ, അതിനകത്തുള്ളൊരു സാധനമാണ്, ഇയാളുടെ പേര് AMC എന്ന് വല്ലതും നമുക്ക് വിളിക്കാം എളുപ്പത്തിന്. AMC. ഓക്കെ, ആന്റീരിയർ മിഡ് AMC വലുതാകുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഒരു 9 കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യാം. അപ്പൊ 9 കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് അതിനകത്തുനിന്ന് നിങ്ങൾക്ക് എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ നോക്കുക. അപ്പൊ ഇവിടെ ഒന്നാമത് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഫാസ്റ്റിംഗ് ആണ്. അപ്പൊ ഈ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ബേസിക്കലി നിങ്ങൾ ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുവാണ് അല്ലെ. നോർമലി ബോഡിക്ക് വേണ്ടത് എന്താണ്? ബോഡിക്ക് ഫുഡാണ് വേണ്ടത്. അപ്പൊ എന്റെ ചെറുപ്പത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത, ഞാൻ തന്നെ അറിയാതിരുന്ന എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു കാര്യമാണ്, ഞാൻ ഓൾമോസ്റ്റ് 15 വയസ്സുള്ള സമയത്ത് ഞാൻ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് 50-60 ദിവസം
മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരു നേരം മാത്രമേ ഫുഡ് കഴിക്കാറുള്ളൂ. അന്ന് ഞാൻ ഓർത്തത് വലിയ സംഭവമാണെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പൊ നോക്കുമ്പോൾ അത് വലിയ സംഭവമല്ല. ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്നുണ്ട്. ബാക്കിയുള്ള സമയത്ത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം വർക്ക് ചെയ്യേണ്ടി വരുന്നില്ല. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് നമ്മൾ ഒഴിവ് കൊടുത്തേക്കുവാണ്. അപ്പൊ അങ്ങനെ ഒഴിവ് കൊടുത്തേക്കുന്നുണ്ട് ബോഡിയിൽ അൺനെസസറി ആയിട്ടുള്ള സെല്ലുകൾ, ഓക്കെ, ഓട്ടോഫജി എന്ന് പറഞ്ഞേക്കുന്ന ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ട് അൺനെസസറി ആയിട്ടുള്ള വേസ്റ്റ് ആയിട്ടുള്ള സെല്ലുകൾ ഉണ്ടാവും. ഈ സെല്ലുകൾ എടുത്തിട്ട് ബാക്കിയുള്ള സെല്ലുകൾ ഫുഡായിട്ട് കഴിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ബേസിക്കലി ബോഡീനെ ഭയങ്കരമായിട്ട് ക്ലെൻസ് ചെയ്യും. അക്യൂട്ട് സ്ട്രെസ് ആണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ 60 ദിവസം ഫാസ്റ്റ് ചെയ്യുവാണെങ്കിലോ ക്രോണിക് സ്ട്രെസ് ആയിപ്പോയി. വ്യത്യാസം മനസ്സിലായോ? അപ്പൊ അക്യൂട്ട് സ്ട്രെസ് ആണ്. അപ്പൊ നിങ്ങൾ ഓരോ ദിവസവും എല്ലാ നേരം ഒരു കഴിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ 40 ദിവസം ഒരുമിച്ച് അല്ല 60 ദിവസം ഒരുമിച്ച് കഴിക്കാതിരിക്കുകയാണ് മോസ്റ്റ് ആൾക്കാർക്കും അത് ഭയങ്കരമായിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇവിടെ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനം അക്യൂട്ട് സ്ട്രെസ് ആണ്. ഇതാരും പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആരെങ്കിലും ഇത് പറയണം, മനുഷ്യർ ഇത് മനസ്സിലാക്കിയിരിക്കണം. അതിനുവേണ്ടി ഞാൻ ഇത് പറയുന്നത്. അവിടെ നിങ്ങളെ സംബന്ധിച്ചുള്ള സ്ട്രെസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്, ഞാൻ നിങ്ങളെ സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ അടുത്ത ഒരു ഇതിൽ പറയാം. അടുത്ത ഒരു ഇതിൽ എന്ന് പറഞ്ഞാൽ അടുത്ത പോയിന്റ് ആയിട്ട് ഞാൻ പറയാം. നിങ്ങളവിടെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചുള്ള ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ട്രെസ് കുറയുവാണോ കൂടുവാണോ ചെയ്യുന്നത്? ഞാനൊരു സ്റ്റോറി കേട്ടിട്ടുണ്ട്. എറിക് ബർഗ് എന്ന് പറഞ്ഞേക്കുന്ന ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസറിനെ ഞാൻ കേട്ടതാണ്. പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഒരാള് ജീവിതം അടുത്ത് ആത്മഹത്യ ചെയ്യാന്ന് ഓർത്തിട്ട് പുള്ളിക്കാരൻ ഫാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഫാസ്റ്റ് ചെയ്ത് മരിക്കാന്ന്. അപ്പൊ പിന്നെ എളുപ്പമുള്ളതാണല്ലോ, വേറെ ഒന്നും ചെയ്യുന്നില്ല, ഭക്ഷണം കഴിക്കാതിരുന്ന് അങ്ങ് മരിക്കാന്ന് പറഞ്ഞു. 1ാമത്തെ ദിവസം പുള്ളി ഫാസ്റ്റ് ചെയ്ത് പുള്ളിയെ സംബന്ധിച്ചുള്ള പുള്ളിക്ക് ഫുള്ളി ഡിപ്രസ്ഡ് ആയിട്ടാണ് പുള്ളി സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളിത് ചെയ്ത് നോക്കാനല്ല പറയുന്നത്, ഈ എക്സസീവ് ആയിട്ട് ഇങ്ങനെ ഫാസ്റ്റിംഗ് ചെയ്യാനല്ല. അത് നിങ്ങൾ വിജിലന്റ് ആയിട്ട് ഡോക്ടറോട് ചോദിച്ച് ബുദ്ധിപരമായിട്ട് ചെയ്യാവുള്ളൂ. ഞാൻ ഫാസ്റ്റിംഗ് ചെയ്തെങ്കിൽ ഞാൻ അതിന് കറക്റ്റ് അന്ന് എനിക്കൊന്നും അറിയത്തിണ്ടായിരുന്നില്ല. അതിൽ നിന്ന് ചില അബദ്ധങ്ങളൊക്കെ എനിക്ക് പറ്റിയിട്ടുമുണ്ട്. ഒരു സെക്കൻഡ് ഞാൻ അതിനെക്കുറിച്ച് വേണമെങ്കിൽ സംസാരിക്കാൻ ഇത് കഴിഞ്ഞിട്ട്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ആള് ഫാസ്റ്റ് ചെയ്തിട്ട് 1ാമത്തെ ദിവസം അയാൾ ഫാസ്റ്റ് ചെയ്തു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് കുറച്ചുകൂടെ ബെറ്റർ വന്നു. 2ാമത്തെ ദിവസം പുള്ളി ഫാസ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ ബെറ്റർ. 3ാമത്തെ ദിവസം ഫാസ്റ്റ് ചെയ്ത പുള്ളി കുറച്ചുകൂടെ ബെറ്റർ. 4ാമത്തെ ദിവസം പുള്ളി പറഞ്ഞു പുള്ളിക്ക് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു. മനസ്സിലായി? ഫാസ്റ്റിങ്ങിലൂടെ പുള്ളിയുടെ ഡിപ്രഷൻ മാറിയെന്നാണ് ആ ഡോക്ടറിനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫാസ്റ്റിംഗ് ഒരു സിഗ്നിഫിക്കന്റ് കാര്യം. അപ്പൊ ഞാൻ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. ഞാൻ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ അപ്രോക്സിമേറ്റ്ലി ഒരു വർഷത്തോളം ഞാൻ ഫാസ്റ്റ് ചെയ്തായിരുന്നു. അതായത് വൺ മീൽ മാത്രം കഴിക്കുന്ന രീതിയിൽ. അതൊരു ട്രെൻഡ് ആയിട്ടല്ലോ. ട്വിറ്ററിന്റെ CEO 1 മീൽ കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറെ ആൾക്കാർ കഴിക്കുന്നതിന്റെ പാർട്ടായിട്ട് ഞാൻ ആള് കേട്ടിട്ടല്ല, എനിക്ക് ഫാസ്റ്റ് ചെയ്യാൻ തോന്നി. ഞാൻ 1 വർഷത്തോളം കഴിച്ചു. അപ്പൊ ആ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ആ ഫാസ്റ്റിംഗിൽ നിന്ന് എനിക്ക് കിട്ടിയ റിസൾട്ടിനെ കുറിച്ച് പറ്റുവാണെങ്കിൽ പിൽക്കാലത്ത് ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ ആ 1 വർഷം ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബോഡിയിൽ ബാക്കിയുള്ള സമയത്ത് ശരിക്കും വിശക്കും. അപ്പൊ ശരിക്കും വിശക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഈ പറഞ്ഞ പോലെ ബോഡി ഭയങ്കരമായിട്ട് എനർജൈസ്ഡ് ആവും. എസ്പെഷ്യലി നിങ്ങൾ ഫാസ്റ്റ് ചെയ്തിട്ടുള്ളവർക്കറിയാം. ഇസ്ലാമിക് കൾച്ചറിലോ ക്രിസ്ത്യൻ കൾച്ചറിലോ ഹിന്ദു കൾച്ചറിലോ നിങ്ങൾ ചില സിറ്റുവേഷനിൽ ഫാസ്റ്റ് ചെയ്യുന്ന ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും യൂസ് ചെയ്യുക. കാരണം ഫാസ്റ്റിങ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നിങ്ങളെ യൂത്ത്ഫുൾനെസ്സുമായിട്ട് കണക്ട് ചെയ്യും, സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എനർജി ആയിട്ട് കണക്ട് ചെയ്യും. അപ്പൊ ഫാസ്റ്റിങ് എന്താണ്? അക്യൂട്ട് സ്ട്രെസ് ആണ്, ക്രോണിക് സ്ട്രെസ് അല്ല. നിങ്ങൾ ഒന്നും കഴിക്കാതെ കുറെ നാൾ പോയി കഴിഞ്ഞാൽ അത് ക്രോണിക് സ്ട്രെസ് ആയി മാറും. ഓക്കെ, 2ാമത്തെ കാര്യം HIIT ആൻഡ് സ്പോർട്സ്. HIIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് ആണ്. ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുണ്ട്. ഞാൻ മറ്റു രീതിയെക്കുറിച്ച് ഒരു സെക്കൻഡ് പറയാം. പക്ഷെ ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് പല ആൾക്കാർ കാണിക്കുന്നുണ്ടാവും. അപ്പൊ ബേസിക്കലി എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ഭയങ്കര ഹൈ ആയിട്ടുള്ള ലെവലിലേക്ക്. അപ്പൊ നിങ്ങൾ നോക്കി ഏത് അക്യൂട്ട് സ്ട്രെസ് ആണ്. ഹൈ ഇന്റൻസിറ്റി അറിയാവുന്ന ആൾക്കാർക്ക് അക്യൂട്ട് സ്ട്രെസ് ആണ്. കാരണം നമ്മൾ 30 സെക്കൻഡ്സിലേക്ക് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുവാണ്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ട്രെഡ്മില്ലാണ് 30 സെക്കൻഡ്സ് ഭയങ്കര സ്പീഡിൽ 10-12 കിലോമീറ്റർ പെർ അവറിലിട്ട് ഓടുവാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ബുദ്ധിപരമായിട്ട് ചെയ്യാവുള്ളൂ. നിങ്ങൾക്ക് ഹാർട്ടിന് പ്രശ്നമാണെങ്കിൽ ചെയ്യരുത്, ഇന്റലിജന്റ് ആയിട്ട് ചെയ്യുക. പക്ഷെ അങ്ങനെ ചെയ്യുക. എന്നിട്ട് 90 സെക്കൻഡ് റെസ്റ്റ് എടുക്കുവാണ്. 90 സെക്കൻഡ് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ 30 സെക്കൻഡ്സ് ഓടുവാണ്. പിന്നെ 90 സെക്കൻഡ്സ് റെസ്റ്റ് എടുക്കുവാണ്. പിന്നെ 30 സെക്കൻഡ്സ് ഓടുവാണ്. 90 സെക്കൻഡ്സ് കൊടുക്കുകയാണ്. നിങ്ങൾ ആകെ എത്രയാണ് എക്സസൈസ് ചെയ്തത്? ആകെ എന്താണെന്ന് വെച്ചാൽ 2.5 മിനിറ്റ് എക്സസൈസ് ചെയ്തിട്ടുള്ളൂ. 2.5 മിനിറ്റ്. കാരണം 5 പ്രാവശ്യം 30 സെക്കൻഡ്സ് ചെയ്ത് 2.5 മിനിറ്റ് ആണ് നിങ്ങൾ എക്സസൈസ് ചെയ്തത്. ഈ 2.5 മിനിറ്റിലെ എക്സസൈസ് കൊണ്ട് ബേസിക്കലി 1 മണിക്കൂർ ചെയ്യുന്ന എക്സസൈസിന്റെ ഗുണം കിട്ടും. HIIT ആണ്. എന്തുകൊണ്ടാണ് ഗുണം കിട്ടുന്നത്? കാരണം മറ്റൊന്നുമല്ല, അക്യൂട്ട് സ്ട്രെസ് ആണ്. ബോഡീനെ അക്യൂട്ടായിട്ട് സ്ട്രെസ് ചെയ്യുവാണ്. എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ് എന്തുകൊണ്ടാണ് ആൾക്കാർ HIIT കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ അക്യൂട്ട് സ്ട്രെസ് എന്ന് പറഞ്ഞേക്കുന്ന ഒരു കോൺസെപ്റ്റിൽ ആൾക്കാർക്ക് അത് ക്ലിയർ ആയിട്ടില്ല. അത് മാത്രമല്ല, മെന്നിനെ സംബന്ധിച്ചോളം ടെസ്റ്റോസ്റ്ററോൺ കൂടും. HIIT ചെയ്യുന്ന മെന്നിനെ സംബന്ധിച്ചോളം നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ കൂടും. അപ്പൊ നിങ്ങളുടെ മാസ്കുലിൻ പവർ കൂടും, കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആവും. വിമനെ സംബന്ധിച്ചോളം ടെസ്റ്റോസ്റ്ററോൺ കുറയും HIIT ചെയ്ത് കഴിഞ്ഞാൽ. HIIT എന്നാണ് ഇവിടെ നോക്കി, HIIT ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം ഇത് 5 പ്രാവശ്യം ചെയ്യുവാണെങ്കിൽ
ജനറലി ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്ന ആഴ്ച 2-3 പ്രാവശ്യമേ HIIT ചെയ്യാവുള്ളതാണ്. ജനറലി സ്പീക്കിംഗ്. ചില ആൾക്കാർ അത് കൂടുതൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ HIIT ചെയ്താൽ നിങ്ങളുടെ മസിൽ ബിൽഡിങ്ങിന്റെ ഫാസ്റ്റ് സ്പീഡ് കൂടും, ഇതുപോലെ സ്ട്രെങ്ത് കൂടും, നിങ്ങളുടെ എനർജി കൂടും, നിങ്ങളുടെ സെല്ലുലാർ എനർജി കൂടും, ഓവറോൾ നിങ്ങളുടെ കാലിന്റെ സ്ട്രെങ്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൂടും. അപ്പൊ ഈ സെയിം തിങ് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ടെന്നീസ് ഒരു HIIT ആണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ബോൾ വന്നു, അപ്പൊ അവിടെ നമ്മൾ വന്നു അടിച്ചു, അപ്പൊ ആ ഒരു ചെറിയൊരു ഹൈ ഇന്റൻസിറ്റിയിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മളെ സംബന്ധിച്ചോളം അവിടെ പോയി നമ്മൾ നോക്കി നിന്നു, 90 സെക്കൻഡ് നോക്കി, അവിടെ ബോൾ വന്നു, പിന്നെ രണ്ടാമത് തിരിച്ചു വന്ന് ബോൾ അടിച്ചു. ക്ലിയർ ആണ്. അപ്പൊ സ്പോർട്സ് ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ, ഞാൻ സ്പോർട്സിനെ ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന ഒരു ആളായിരുന്നു കുറെ കാലങ്ങളോളം. എന്തിനാ ഈ മനുഷ്യരൊക്കെ സ്പോർട്സ് കളിക്കുന്നത്, വല്ല സൂക്കേടുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഞാൻ സ്പോർട്സിന്റെ ഡീപ്പ് ആരാധകനായി മാറിയത്, ടെക്നിക്കലി ആരാധകനായി മാറിയത്, ഒരുപാട് സ്പോർട്സ് വാച്ച് ചെയ്യാറില്ലെങ്കിലും സ്പോർട്സിനെ അഡ്മയർ ചെയ്ത് തുടങ്ങിയത് ഈ പറഞ്ഞ പോലെ ഇത് മനസ്സിലാക്കിയ ശേഷമാണ്. HIIT സ്പോർട്സ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അക്യൂട്ട് സ്ട്രെസ് ആണ്. ഓക്കെ, അപ്പൊ അവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ റീബൗൺസിങ്. ഈ റീബൗൺസിങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടികള്, നിങ്ങളുടെ കുഞ്ഞായിട്ടുള്ള കുട്ടികള്, മക്കള്, ചെറിയ കുട്ടികൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചാടുന്ന കണ്ടിട്ടുണ്ടോ? അപ്പൊ ആ റീബൗൺസ് ചെയ്യുന്ന കുട്ടികള്, ആ റീബൗൺസ് ചെയ്യുന്നത് ബേസിക്കലി ഒരു സ്ട്രെസ്സറാണ്, ഒരു അക്യൂട്ട് സ്ട്രെസ് ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സെല്ലുകള് ഗ്രാവിറ്റിക്ക് മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ഗ്രാവിറ്റിക്ക് എഗൈൻസ്റ്റ് ആയിട്ട് പോയി. ഓക്കെ, എനിക്കിവിടെ റീബൗൺസർ ഉണ്ട്. ഞാൻ ആക്ച്വലി എൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരോട് റീബൗൺസ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. റീബൗൺസ് ഞാനിപ്പോൾ വളരെ കൺസിസ്റ്റന്റ് അല്ല. ആക്ച്വലി ഞാൻ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഞാൻ എൻ്റെ സ്റ്റുഡിയോയിൽ തന്നെ ഒരു റീബൗൺസ് കിടപ്പുണ്ട്. ചിലപ്പോൾ എൻ്റെ ഡോഗാണ് അവിടെ പോയി റീബൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം പുള്ളിക്കാരനെ മാറ്റിയിട്ട് ഞാൻ പോയി ചെയ്യാം. ഓക്കെ, ഇപ്പൊ ചെയ്തിട്ട് വരട്ടെ, അങ്ങനെയാണല്ലേ? അല്ല, അത് പിന്നെ ചെയ്യണം. ഓക്കെ, അപ്പൊ റീബൗൺസ് നിങ്ങളെ സംബന്ധിച്ചോളം ചെയ്യുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? നിങ്ങളുടെ സെല്ല് മുകളിലോട്ട് പോയി, ഗ്രാവിറ്റിക്ക് എഗൈൻസ്റ്റ് ആയിട്ട് പോയി, എൻറ്റയർ 80 ട്രില്യൺ സെല്ലുകളും പോയി, അല്ലെ? എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരുവാണ്. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ ഗ്രാവിറ്റി ഫ്രീ ആവും ഒരു മൊമെന്റിൽ. മുകളിലോട്ട് പോയി എന്നിട്ട് തിരിച്ച് ഗ്രാവിറ്റിയിൽ ഫ്ലോട്ട് ചെയ്യുക. ഈ ഫ്ലോട്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ ബേസിക്കലി നിങ്ങളുടെ സെൽസ് കംപ്രസ്ഡ് ആവും. നിങ്ങളുടെ എല്ലാ സെല്ലുകളും കംപ്രസ്ഡ് ആവും. 80 ട്രില്യൺ സെല്ലുകളും കംപ്രസ്ഡ് ആവുകയാണ്. എസ്പെഷ്യലി താഴെ വരുമ്പോൾ പിന്നെ കംപ്രസ്ഡ് ആവുകയാണ്. നമ്മൾ നിലത്ത് ചെന്ന് ഇങ്ങനെ ഇടിക്കുമ്പോൾ നമ്മുടെ എൻറ്റയർ ആയിട്ടുള്ള സെല്ലുകൾ കംപ്രസ്ഡ് ആവുകയാണ്. ഈ സെല്ലുകൾ കംപ്രസ് ആകുമ്പോൾ സെല്ലിനകത്തുനിന്ന് വേസ്റ്റേജ് ആയിട്ടുള്ള സാധനങ്ങൾ, ബേസിക്കലി ബോഡിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞേക്കുന്നത്. നിങ്ങളുടെ സെല്ലുകളിൽ നിങ്ങളുടെ ബോഡിയിലുള്ള വേസ്റ്റേജ് എടുത്തു കളയുന്ന ബോഡിയിലുള്ള ഡ്രെയിനേജ് ആണ് ലിംഫാറ്റിക് സിസ്റ്റം. അപ്പൊ ആ ലിംഫാറ്റിക് സിസ്റ്റത്തിലൂടെയാണ് നിങ്ങളുടെ ബോഡിയിൽ നിന്നുള്ള വേസ്റ്റ് ഇറങ്ങി പോകുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മലം പോകുന്ന ഇതല്ല, മലത്തിലേക്കുള്ള നമ്മുടെ വേസ്റ്റേജ് ഉള്ള സാധനങ്ങൾ നമ്മൾ ലിംഫാറ്റിക് സിസ്റ്റമാണ് വേർപ്പിലൂടെ മറ്റു സാധനങ്ങളൂടെ പുറത്തോട്ട് കളയുന്നത്. അപ്പൊ ഈ ലിംഫാറ്റിക് സിസ്റ്റം ആക്ടിവേറ്റഡ് ആവും ഈ സെല്ല് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം നമ്മളുടെ ബോഡിയിൽ എഗെയിൻ അക്യൂട്ട് സ്ട്രെസ് ആണ് നമ്മൾ ആ ആക്ടിവിറ്റിയിലൂടെ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നാലാമത്തെ കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്റൻസ് വർക്ക്. നിങ്ങൾ ഇത്ര നാൾ എളുപ്പം ജോലി ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു, അല്ലെ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റൻസ് ആയിട്ടുള്ള വർക്ക് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് അത് ഭയങ്കര ഹെൽത്തിയാണ്. പക്ഷേ ടോക്സിക് ആയിട്ടുള്ള ബോസാണ്. രാത്രി നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കില്ല. 2 മണിക്ക് 3 മണിക്ക് വിളിക്കുവാണ്, ഇലൻ മസ്കിനെ പോലെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമാണ്. നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ റെസ്റ്റ് പീരീഡിൽ നിങ്ങൾ ശനിയാഴ്ച ഞായറാഴ്ചയും വിളിച്ച് നിങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. നിങ്ങൾ എപ്പോഴും വർക്കിനെ കുറിച്ച് തിങ്ക് ചെയ്യാൻ, നിങ്ങൾക്ക് വർക്കിനെ ഷട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ക്രോണിക് സ്ട്രെസ് ആയി മാറും. വർക്കിനെ നിങ്ങളെ സംബന്ധിച്ചോളം ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റുവാണെങ്കിൽ ഇത് ഹൈ ലെവലിൽ വാല്യുബിൾ ആണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു സാധനമാണ് വർക്ക്. അപ്പോൾ ആ വർക്ക് ഇന്റൻസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം അതും ഒരു അക്യൂട്ട് സ്ട്രെസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന കാര്യമാണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനെ കുറിച്ച് നിങ്ങൾ അഡ്വാൻസ് ആയിട്ടുള്ള ചില സ്റ്റഡീസ് നോക്കി കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവർക്ക് അക്യൂട്ട് സ്ട്രെസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അക്യൂട്ട് സ്ട്രെസ് നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്, അല്ലേ? അവരെങ്ങോട്ടാ ഓടുന്നത്, അല്ലേ? അവരെവിടെ നിൽക്കുവാണ്. ഈ കാണുന്ന പശുവും ഈ പറഞ്ഞ പശുവും ജീവികളും ഇൻസെക്ട്സും വെയിലും മഴയും തണുപ്പും എല്ലാം ഈ വെജിറ്റബിൾ പ്ലാന്റേഷനെ ഫ്രൂട്ട്സിനെ ഇതായിക്കൊണ്ടിരിക്കുക. എസ്പെഷ്യലി നമ്മൾ കെമിക്കൽസ് ഇല്ല, ഓർഗാനിക് ആയിട്ടുള്ളതാണെങ്കിൽ എന്താ സിറ്റുവേഷൻ വെച്ചാൽ നമ്മൾ ഈ കീടങ്ങളെല്ലാം വന്നിരിക്കുവാണ് ഫ്രൂട്ടിൽ. അപ്പൊ ഈ ഫ്രൂട്ടിൽ കീടം വന്നിരിക്കുമ്പോഴത്തേന്, ഈ കീടം വന്നിരിക്കുമ്പോഴത്തേന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വന്നിട്ട് ഒരു ഈച്ച കടിക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരില്ല. നമുക്ക് കൊച്ചിയിലാണെങ്കിൽ കൊതുക് കടിക്കുവാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇങ്ങനെ പാടൊക്കെ വരികയല്ലേ? ഇത് പറഞ്ഞ പോലെ ഇതുപോലെ തന്നെയാണ് ഫ്രൂട്ടിനെ സംബന്ധിച്ചോളം. ഫ്രൂട്ടിന് ഒരു അക്യൂട്ട് സ്ട്രെസ് ആണ്. ഈ സാധനം സീബ്രാനെ ഓടിക്കുന്ന പോലെയാണ് ഈ പറഞ്ഞ പോലെ ഫ്രൂട്ടിന്റെ മേത്ത് വന്ന്
ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരാൾ വന്നിട്ട് കുത്തി അതിനകത്ത് പഴം എടുക്കാൻ നോക്കുന്നു, തേനീച്ച പോയി, തേനീച്ചയുടെ കൂർത്ത സാധനം പോയി ഫ്രൂട്ടിന് മേത്തോട്ട് കുത്തി. ഫ്രൂട്ടിന് എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ? അപ്പം ഫ്രൂട്ട് പറഞ്ഞു, ഇതൊന്നും ഇനി എന്നോട് ചെയ്യാൻ പാടില്ല കേട്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പാവമാണെന്നൊക്കെ ഫ്രൂട്ട് പറയാറുണ്ട്. പക്ഷെ ഫ്രൂട്ടിന്റെ ഭാഷ തേനീച്ചയ്ക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ഇങ്ങനെ കുത്തി വരുമ്പോഴത്തേന് എന്ത് സംഭവിച്ചാൽ ഇവർക്ക് സ്ട്രെസ് ഉണ്ടാക്കുവാണ്, അക്യൂട്ട് സ്ട്രെസ് ഉണ്ടാവുകയാണ്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അക്യൂട്ട് സ്ട്രെസ് ആണ്. രാവിലെ വരുമ്പോഴത്തേന് ചൂട്, എന്നാൽ ഇച്ചിരി നേരം ചൂടുമാക്കിയിട്ടൊക്കെ അഡ്ജസ്റ്റ് ആയി വന്നപ്പോൾ രാത്രി പിന്നെ തണുപ്പ്, പിന്നെ രാവിലെ വേറെ ഒരാൾ ഇറങ്ങി വന്നേക്കുന്നു ചൂടുമായിട്ട്, പിന്നെ രാത്രി തണുപ്പ്, അതിൻ്റെ ഇടയ്ക്ക് മഴ, അതിൻ്റെ ഇടയ്ക്ക് ചൂട്, അതിൻ്റെ ഇടയ്ക്ക് വിന്റർ, അതിൻ്റെ ഇടയ്ക്ക് സമ്മർ, അതിൻ്റെ ഇടയ്ക്ക് ഇതാവുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് പശു വന്ന് ഇതാക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് പട്ടി വന്ന് നോക്കുന്നു. ഇതെല്ലാം കാരണം ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, എസ്പെഷ്യലി ഓർഗാനിക് ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്താണ്, ആ ഒരു അക്യൂട്ട് സ്ട്രെസ്സിലൂടെ പോയിട്ടുള്ളതാണ്. അക്യൂട്ട് സ്ട്രെസ് ഉള്ള ജീവിയെ തിന്നു കഴിഞ്ഞാൽ ബേസിക്കലി ഇതൊരു ജീവിയായിട്ട് കൺസിഡർ ചെയ്യണം. അതിനെ തിന്നു കഴിഞ്ഞാൽ ബേസിക്കലി ഞാൻ ആനിമൽസിനെ അല്ല ഉദ്ദേശിക്കുന്നത്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന് തന്നെയാണ്. ആനിമൽസിന് അക്യൂട്ട് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അതൊരു വേറെ സിറ്റുവേഷൻ ആണ്. ആനിമൽസിന് രുചി കൂടുതലുണ്ടാവും, അതേസമയം ഈ പറഞ്ഞ പോലെ അവരുടെ ചില സ്ട്രെസ് നമ്മൾക്ക് എടുക്കാൻ സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ ആനിമൽസിനെ കഴിക്കുന്ന ആളാണ്, എങ്കിലും ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യാത്തതിന്റെ കാരണം അതാണ്. ഓക്കെ, ഇത് കൂടാതെ പർട്ടിക്കുലർലി ഗ്രേപ്പിന്റെ ഒരു പ്രത്യേകത, ഗ്രേപ്പിന്റെ ഈ പറഞ്ഞ രീതിയിൽ തോടല്ല, ഗ്രേപ്പിന്റെ സ്കിന്ന് ഈ ടെമ്പറേച്ചർ വേരിയേഷനോട് കടന്നു പോയിട്ട് ഗ്രേപ്പിന്റെ സ്കിന്നിന് ഒരുപാട് സ്ട്രെസ് വന്നിട്ടുണ്ട്. ഗ്രേപ്പിന്റെ സ്കിന്നിനകത്ത് റെസ്വെറിറ്റോൾ എന്ന് പറഞ്ഞ ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്. ഇത് എക്സ്ട്രാക്ട് ചെയ്ത് ആക്ച്വലി ആന്റി ഏജിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് റെസ്വെറിറ്റോൾ എന്ന് പറഞ്ഞാൽ. ഒരുപക്ഷെ ആന്റി ഏജിങ്ങിനെ കുറിച്ചുള്ള ഒരു എൻ്റയർ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ഞാൻ ഫ്യൂച്ചർ ചെയ്യാം. ഞാൻ പരമാവധി ബിസിനസ് വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ ഇടയ്ക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ചില വീഡിയോകൾ ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് ചെയ്യാറുണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ റെസ്വെറിറ്റോൾ എന്ന് പറഞ്ഞ ഈ ഇൻഗ്രീഡിയന്റ് ബേസിക്കലി ഹ്യൂമൻ ലൈഫ് സ്പാനിനെ തന്നെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതാണ് അഗെയിൻ അക്യൂട്ട് സ്ട്രെസ്സിന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ്. അതായത് നമ്മുടെ ഗ്രേപ്പിന്റെ തോല് ഈ പറഞ്ഞ രീതിയിൽ ഗ്രേപ്പിന്റെ സ്കിന്ന് ഈ പറഞ്ഞ രീതിയിൽ എക്സ്ട്രാ ഇതിലൂടെ കടന്നു പോയിട്ടുള്ളതുകൊണ്ട് ഗ്രേപ്പിൽ നിന്നുള്ള എക്സ്ട്രാക്ഷൻ ആയിട്ടുള്ള റെസ്വെറിറ്റോൾ ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് വേറെ പല കാര്യങ്ങളുണ്ട് ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യാനായിട്ട്, പക്ഷെ അതിലേക്കല്ല ഞാൻ കോൺവെർസേഷൻ പോകുന്നത്. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബൈ ദ വേ, നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ ഈ കോൺവെർസേഷൻ? ഇത് നിങ്ങൾക്ക് വാല്യുബിൾ ആണോ? ശരിക്കും ഒരുപക്ഷെ ഒരു വേറിട്ട ചിന്തയാണ്, എൻറ്റയർലി വേറിട്ട ചിന്തയാണ്. ഞാൻ 100% ആക്യുറേറ്റ് ആണെന്ന് ഞാൻ പറയുമല്ല, പക്ഷെ ഇത് 80% ഞാൻ എൻ്റെ സ്റ്റഡിന്ന് ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. പക്ഷെ 20% ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇതിനകത്ത് ചില കാര്യങ്ങൾ സയന്റിഫിക് ആണ്, ഞാൻ എൻ്റെതായിട്ടുള്ള ഒപ്പീനിയൻ ആയിട്ടുള്ള പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഈ അക്യൂട്ട് സ്ട്രെസ് നിങ്ങൾക്ക് നല്ലതാണെന്നുള്ളത് എൻ്റെ റിസർച്ചിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ കാര്യമാണ്. ഞാനൊരു സയന്റിഫിക് സ്റ്റഡി ചെയ്തിട്ട് പറയുന്നതല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. കാരണം ആരെങ്കിലും ഇത് പറയണം, പിന്നെയാണ് ആൾക്കാർ പോയി സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്ത് അതിന്റെ ആൻസർ ആയിട്ട് കണ്ടുപിടിക്കുന്നത്. ഐസ് ബാത്ത്, അപ്പൊ വിം ഹോഫ് മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, വിം ഹോഫ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. ആള് ബേസിക്കലി ഐസ് ബാത്തിനെ കുറിച്ച് ഒരുപാട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ആള് വിം ഹോഫ് മെത്തേഡ് വെച്ചിട്ട് US-ലും ഒരുപാട് ആൾക്കാർ ഐസ് ബാത്ത് ചെയ്യാറുണ്ട്. ഐസ് ബാത്ത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ടബിലോ അല്ലെങ്കിൽ ഒരു ഇതിനകത്തോ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഐസ് ഇട്ടിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഐസ്, പ്യൂർ ആയിട്ടുള്ള ഐസ് കുറേ ഇട്ടിട്ട് നല്ല എക്സ്ട്രീം ആയിട്ടുള്ള കോൾഡ് ഇതിൽ കയറി കഴുത്ത് തൊട്ട് താഴോട്ട് മുങ്ങിയിരിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്ന ഒരു വലിയൊരു കമ്മ്യൂണിറ്റി തന്നെയുണ്ട് ലോകത്തിൽ. ജസ്റ്റ് വിം ഹോഫ് മെത്തേഡ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ആൾ ചില ബ്രീത്തിങ് ടെക്നിക്കുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആളുടെ മെത്തേഡുകൾ വളരെ ഡീസന്റ്ലി നല്ലൊരു കോൺസെപ്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഐസ് ബാത്ത് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചുമ്മാ ഇരിക്കുന്ന ഒരു ബോഡിനെ പിടിച്ച് എക്സ്ട്രീം ആയിട്ടുള്ള അക്യൂട്ട് സ്ട്രെസ്സിലേക്ക് ഇടുവാണ്, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഇനി ആർക്ക് എന്നോട് പറയാൻ പറ്റും അക്യൂട്ട് സ്ട്രെസ് നല്ലതല്ല? നിങ്ങൾ എന്നെ ഒന്ന് ഇനി പ്രൂവ് ചെയ്യാൻ രക്ഷയുണ്ടോ? രക്ഷയില്ലല്ലോ. അപ്പൊ അക്യൂട്ട് ആയിട്ടുള്ള സ്ട്രെസ്സിലോട്ട് പോകുമ്പോൾ ഈ അക്യൂട്ട് സ്ട്രെസ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യണം. ഞാൻ ആക്ച്വലി കുറച്ചു കാലം ഐസ് ബാത്ത് ചെയ്യാറുണ്ട്, അപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഐസ് ബാത്ത് കുറച്ചു കാലം ചെയ്ത സമയത്ത് ഞാൻ ഒരു ആയുർവേദിക് ട്രീറ്റ്മെന്റിന് പോയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ആയുർവേദിക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞവര എന്ന് പറഞ്ഞേക്കുന്ന സാധനം സാധാരണ ഇങ്ങനെ കിഴിയായിട്ട് എടുത്തിട്ട് നമ്മുടെ കിഴി ഇങ്ങനെ ജസ്റ്റ് തൊടുകയോ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഭയങ്കര നാച്ചുറൽ ആയിട്ടൊരു ആയുർവേദിക് പ്ലേസ് ആയതുകൊണ്ട് ഇവരെന്ന് വെച്ചാൽ ഞവര എടുത്തിട്ട് ചൂടാക്കിയിട്ട് ചോറായിട്ട് ഇതാക്കിയിട്ട് പാലുമായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ദേഹത്തോട്ട് ഇടുവാണ്. അപ്പൊ എന്നോട് ഈ ആയുർവേദിക് മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് പറഞ്ഞു ഇത് പൊള്ളു കേട്ടോ, അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തണുക്കും കേട്ടോ. ഇതങ്ങ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഭയങ്കരമായിട്ട് പൊള്ളും, പിന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് തണുക്കും കേട്ടോ. അപ്പൊ ഞാൻ
എന്റെ മേത്തോട്ട് ഈ സാധനം ഇട്ടു, എൻ്റെ ആയിട്ടുള്ള ബോഡി മുഴുവൻ ഇത് പൊതിഞ്ഞേക്കുവാണ്. അപ്പൊ കുടുംബം ശരിക്കും തള്ളച്ച വെള്ളം ഒഴിക്കുന്ന പോലെയാണ്, അതുപോലെ നല്ല ചൂടാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തണുക്കുന്നൊന്നുമില്ല, ഞാനങ്ങനെ കൂളായിട്ട് കിടക്കാം. പുള്ളി ഞെട്ടിയേ, പുള്ളി എന്ന് വെച്ചാൽ ഈ സമയം കുളിർ കോരണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. ബേസിക്കലി എൻ്റെ ബോഡി ഈ അക്യൂട്ട് സ്ട്രെസ്സിലൂടെ പോയി പല പ്രാവശ്യം ഐസ് ബാത്തിലൂടെ പോയതുകൊണ്ട് ആ പോയതിന്റെ ഉള്ള എക്സ്പീരിയൻസ് കാരണം എൻ്റെ ബോഡി അതിനോട്ട് റെസ്പോണ്ട് ചെയ്തിട്ട് പോലും ഇല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ കൂളായിട്ട് അവിടെ കിടക്കുവാണ്. ഓഫ് കോഴ്സ് ഡിഫിക്കൽട്ട് ആണ്, നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. ഞവര കിഴിയല്ല, ഞവര തന്നെ ചൂടാക്കി പാൽ ഒഴിച്ച് നിങ്ങളുടെ മേത്ത് ഒഴിക്കുന്ന സ്കിന്നിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇതാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐസ് ബാത്ത് അഗെയിൻ ഒരു അക്യൂട്ട് സ്ട്രെസ് ആണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാത്തിനും ഒരു പ്രത്യേകത ഇനി ഞാൻ മൂന്നെണ്ണോട് പറയാൻ പോകുന്നുണ്ട്. ഇതിന്റെ എല്ലാം ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇതെല്ലാം ക്രോണിക് സ്ട്രെസ് കുറയ്ക്കും. ഫാസിനേറ്റിംഗ് ആണ്, നിങ്ങളത് ശരിക്കും മനസ്സിലാക്കുക. ഈ അക്യൂട്ട് സ്ട്രെസ്സേഴ്സിന്റെ എല്ലാം പ്രത്യേകത ക്രോണിക് സ്ട്രെസ് കുറയ്ക്കണം. ഞാൻ നേരത്തെ ഒരു പറഞ്ഞില്ലേ, ഡിപ്രസ്ഡ് ആയിട്ടുള്ള മനുഷ്യൻ മരിക്കാനായിട്ട് ഫാസ്റ്റ് ചെയ്തു, പുള്ളിയുടെ ഡിപ്രഷൻ പോയി, സൂസൈഡ് ടെൻഡൻസിയും പോയി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫാസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എനർജി കൂടുന്നുണ്ട്. നമ്മളോടത്തെ ഫുഡ് ചെയ്താണ് എനർജി വരേണ്ടതെന്ന്. ഓക്കെ, പക്ഷെ എന്തുകൊണ്ടാണ്? അക്യൂട്ട് സ്ട്രെസ് ആണ്. അപ്പൊ ഈ അക്യൂട്ട് സ്ട്രെസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ഈ ഫ്രൂട്ട്സ് നമ്മളെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്? ഐസ് ബാത്ത്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഇതെല്ലാം എടുത്ത് നോക്കിയേ. ഇതെല്ലാം നിങ്ങളുടെ ഇന്റൻസ് വർക്ക്, ഇതെല്ലാം നിങ്ങളുടെ പ്രായം കൂടുതലാണ്, നിങ്ങളെ കൂടുതൽ ജീവിച്ചിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. ഈ ആന്റീരിയർ സിംഗുലേറ്റ് കോർട്ടക്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആന്റീരിയർ സിംഗുലേറ്റ് കോർട്ടക്സ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം. ഫാസ്റ്റ് ചെയ്യാൻ ആർക്കാ ഇഷ്ടമുള്ള? ആർക്കും തന്നെ ഇഷ്ടമില്ല. ഓ, ഫാസ്റ്റ് ചെയ്തേക്കാം, ക്രിസ്മസ് വരാൻ പോവാ, റംസാൻ വരാൻ പോവാണ്, ഗണപതി പൂജയാണ്, ഫാസ്റ്റ് ചെയ്തേക്കാന്ന് പറഞ്ഞ് എക്സൈറ്റഡ് ആയിട്ട് ആരും തന്നെ ഇറങ്ങാറില്ല, വളരെ ചുരുക്കം ആൾക്കാരല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ HIIT ചെയ്യാൻ എളുപ്പമല്ല. നിങ്ങളെ സംബന്ധിച്ചോളം 12 km/h സ്പീഡിൽ അല്ലെ 13-15 km/h സ്പീഡിൽ ഓടാനായിട്ട് ആർക്കും എളുപ്പമല്ല. കാരണം ബോഡിക്ക് ഭയങ്കരമായിട്ടുള്ള അക്യൂട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫാസ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് ഇഷ്ടമല്ല അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീബൗൺസ് ചെയ്യാനായിട്ട് പിന്നെ ഇച്ചിരൂടെ എളുപ്പമാണ്. പക്ഷെ ആരാണ് പോയി കുത്തിയിരുന്ന് റീബൗൺസ് ചെയ്യുന്നത്? ഇതെല്ലാം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ട്രെസ് മാനേജ്മെന്റ് ടൂളുമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ബേസിക്കലി ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്ട്രെസ് മാനേജ്മെന്റ് ടൂൾ എന്താണ്? ക്രോണിക് സ്ട്രെസ്സിന് ഏറ്റവും വലിയ പരിഹാരം. ഡോക്ടറെ അടുത്ത് ഡോക്ടർ എന്നാ പറയുന്നത്? അത് നടക്കാൻ പോവോ, കുറച്ചുകൂടി നടക്കാൻ പോവോ, അല്ലെ ഓടാൻ പോവോ, അല്ലെ പോയി എക്സസൈസ് ചെയ്യുക. എന്താണ് എക്സസൈസ്? എക്സസൈസ് എന്ന് പറഞ്ഞാൽ അക്യൂട്ട് സ്ട്രെസ്സിങ് ഓഫ് ബോഡിയാണ്. വെയിറ്റ് ലിഫ്റ്റിംഗ് അക്യൂട്ട് സ്ട്രെസ്സിങ് ഓഫ് ബോഡിയാണ്. ക്ലിയർ ആണെന്നുണ്ടോ നിങ്ങളെ സംബന്ധിച്ചോളം? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അക്യൂട്ട് സ്ട്രെസ് നിങ്ങൾ കൊടുക്കുമ്പോൾ ബേസിക്കലി നിങ്ങളുടെ റെഗുലർ ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടാകുമ്പോൾ, നിങ്ങളെ സംബന്ധിച്ചുള്ള സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ അഡ്രിനാലിനും കോർട്ടിസോളും ബ്രെയിനിൽ നോർ അഡ്രിനാലിനും ഉണ്ടാകുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഉണ്ടാകുന്ന ഈ ഹോർമോൺസും ബ്രെയിനിൽ ഉണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട്, എടുത്തു കളയാനായിട്ട് പറ്റുന്നില്ല. പണ്ടായിരുന്നെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. ബയോളജിക്കലി നിങ്ങളൊരു സീബ്ര ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചുമ്മാ ഇരുന്ന് സ്ട്രെസ് ഉണ്ടാകില്ല. നാളെ എന്താണ് കറി വെക്കുന്നത് എന്ന് വിചാരിച്ച സ്ട്രെസ് ഉണ്ടാകുന്നില്ല. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഒരു ലയണോ ടൈഗറോ ഓടിക്കുമ്പോഴാണ് ഡേഞ്ചറിലാണ് സ്ട്രെസ് ആവുന്നുള്ളൂ. ഈ ഡേഞ്ചറിൽ സ്ട്രെസ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സീബ്ര ഓടുവാണ് അല്ലെ. ഓടുന്നത് കൊണ്ട് ഈ ഓട്ടത്തിന്റെ പ്രോസസ്സിൽ എന്താണ്? HIIT ആണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. ഓക്കെ, സീബ്ര HIIT ചെയ്യുവാണ്. ഹൈ ഇന്റൻസിറ്റി ഇന്റർവെൽ ആണ്. 4 മിനിറ്റ് ഓടി, അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പുല്ല് പറിക്കും. അപ്പൊ ആ 4 മിനിറ്റ് ഓടി കഴിയുമ്പോഴേ പുള്ളിക്കാരൻ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. പുള്ളി താഴെ വന്നിട്ട് പുല്ലൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് പിന്നെ അടുത്ത ടൈഗർ വന്നു, പുള്ളി പിന്നെ 4 മിനിറ്റ് ഓടുവാണ്. അപ്പൊ പുള്ളിയുടെ 30 സെക്കൻഡ് പകരം 4 മിനിറ്റത്തെ HIIT ആണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത കേസിൽ ഫണ്ടമെന്റലി പുള്ളിക്കാരൻ HIIT തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ HIIT. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ആയിട്ടുള്ള ത്രീ ആയിട്ടുള്ള കാര്യങ്ങളോട് നമുക്ക് കവർ ചെയ്യാനുണ്ട്. സഡൻ മൂവ്സ്. ഈ സഡൻ മൂവ്സ് ഞാൻ പണ്ടാണെങ്കിൽ കേരളത്തില് പവർ മൂവ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് 2019 തൊട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പൊ ബേസിക്കലി സഡൻ ബോഡി മൂവ്മെന്റ്സ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ അക്യൂട്ട് സ്ട്രെസ് ആണ് ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഞാൻ ഫോർ എക്സാമ്പിൾ ഫോർ ദ മോസ്റ്റ് പാർട്ട് ലാസ്റ്റ് 10 years ആയിട്ട് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് റീസെന്റ് കൺസിസ്റ്റന്റ് ആയിട്ട് സോൾഡ് ആയിട്ടുള്ള സ്ട്രോങ് ബോഡി മൂവ്സ് ചെയ്തിട്ടാണ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ വളരെ സ്പീഡാണ്, ചിലപ്പോൾ കാണാൻ പറ്റില്ല എൻ്റെ കൈ തന്നെ കേട്ടോ. എത്ര പെട്ടെന്നാണ് ആ ബോഡി മൂവ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ നമ്മൾ ബ്രീത്തൂടെ ചെയ്ത ശേഷം നമ്മൾ സഡൻ ആയിട്ടുള്ള ബോഡി മൂവ്മെന്റ്സ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ആ സഡൻ ബോഡി മൂവ്മെന്റിൽ അക്യൂട്ട് സ്ട്രെസ് ബോഡിയിൽ ഉണ്ടാവുകയാണ്.
വിചാരിക്കുകയാണ്. ക്ലിയർ ആണ്? അപ്പൊ ആ സഡൻ ബോഡി മൂവ്സ് എന്ത് സംഭവിച്ചാൽ നിങ്ങളുടെ ബോഡിയിൽ എക്സസീവ് ആയിട്ട് കിടക്കുന്ന കോർട്ടിസോളിനെ, എക്സസീവ് ആയിട്ട് കിടക്കുന്ന കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ ക്രോണിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ക്രോണിക് കോർട്ടിസോൾ ആണ്. അപ്പൊ ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ക്രോണിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ക്രോണിക് കോർട്ടിസോൾ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കോർട്ടിസോൾ എന്ന് പറഞ്ഞേക്കുന്ന ഹോർമോൺ ആണ്. കോർട്ടിസോൾ എന്ന് പറഞ്ഞേക്കുന്ന ഹോർമോൺ ആണ് ബേസിക്കലി അഡ്രിനാലിൻ ഇങ്ങനെയൊക്കെ എഴുതാം നമുക്ക് തൽക്കാലം. സൂം എന്റെ സ്പീഡിൽ ഓടിയെത്തുന്നില്ല. അഡ്രിനാലിനും കോർട്ടിസോളും. ഈ അഡ്രിനാലിനും കോർട്ടിസോളും ആ സമയത്തുണ്ടായി അത് ഡിപ്പോസിറ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കുവാണ്. ആ ഡിപ്പോസിറ്റ് ചെയ്ത് കിടക്കുന്നതാണ് നമ്മളുടെ പ്രോബ്ലം. ക്ലിയർ ആണോ? അല്ലാതെ കോർട്ടിസോളിനും അഡ്രിനാലിനും അല്ല നമ്മുടെ പ്രോബ്ലം. അത് ക്രോണിക് ആകുന്നതെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ സ്ട്രെസ്സിൽ നിന്നുള്ള കോർട്ടിസോൾ അഡ്രിനാലിൻ കണ്ടിന്യൂ ചെയ്യുക, നാളത്തേക്കും നാളെ കഴിഞ്ഞത്തേക്കും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അപ്പം കോർട്ടിസോളും അഡ്രിനാലിനും ബേസിക്കലി ഉണ്ടെന്നുള്ളതല്ല നിങ്ങളുടെ പ്രോബ്ലം. നിങ്ങളുടെ പ്രോബ്ലം എന്താ വെച്ചാൽ കോർട്ടിസോളും അഡ്രിനാലിനും നിങ്ങളുടെ ബോഡിയിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ സോൾവ് ചെയ്യാനുള്ള ആൻസർ അവിടെ തന്നെ ഉണ്ട്. മുള്ളുകൊണ്ട് നമുക്ക് മുള്ളെടുക്കാൻ പറ്റും. ക്ലിയർ ആണോ ഈ മെറ്റഫറിൽ? അപ്പൊ അവിടെ തന്നെ ആൻസർ ഉണ്ട്, പക്ഷെ ആരും കാണുന്നില്ല. നേച്ചർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ട്രെസ്സിൽ തന്നെ അതിനുള്ള ആൻസർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ലോകം മുഴുവൻ സ്ട്രെസ്ഡ് ആയിട്ട് ഓടി നടക്കുവാണ്. എന്ത് പറഞ്ഞു? എനിക്ക് സ്ട്രെസ് മാനേജ് ചെയ്യണം. ആർക്കും അറിയില്ല അക്യൂട്ട് സ്ട്രെസ് നല്ലതാണെന്ന്. അക്യൂട്ട് സ്ട്രെസ് ആണ് നിങ്ങളുടെ ആൻസർ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ആ ഡിസ്റ്റിങ്ഷൻ വേൾഡ് ട്രാൻസ്ഫോമിംഗ് ആണ്. നിങ്ങൾ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കുവാണെങ്കിൽ നിങ്ങളുടെ ലോകത്തെ തന്നെ മാറ്റിമറിക്കും. കാരണം വേറെ ലോകത്തിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടഡ് ആകാൻ പറ്റും ആ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ സഡൻ മൂവ്സ് നിങ്ങളെ സംബന്ധിച്ചോളം അക്യൂട്ട് സ്ട്രെസ് ആണ്. അക്യൂട്ട് സ്ട്രെസ്സിലൂടെ നമുക്ക് ക്രോണിക് സ്ട്രെസ് മാറ്റാൻ പറ്റും. ഇനി കുറച്ചുകൂടെ സൈക്കോളജിക്കൽ ആയിട്ടൊരു കാര്യമാണ് ഹാബിറ്റ് ബിൽഡിംഗ്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളെ ഹാബിറ്റ് ബിൽഡ് ചെയ്യുവാണെങ്കിൽ ആ ഹാബിറ്റ് ബിൽഡിങ് ഒരു അക്യൂട്ട് സ്ട്രെസ് ആണ്. നിങ്ങളുടെ ബോഡിക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ഭയങ്കര റെസിസ്റ്റൻസ് ആണ് അല്ലേ? അപ്പൊ ആ സ്ട്രെയിൻ ഫീൽ ചെയ്യുവാണ്. ഇമോഷണൽ ഫീൽ ചെയ്യുന്നുണ്ട്, ഫിസിക്കലി ഫീൽ ചെയ്യുന്നുണ്ട്. ഇമോഷണലി ഫിസിക്കലി അത് ഫീൽ ചെയ്യുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അക്യൂട്ട് സ്ട്രെസ് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങളൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ആന്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ് വലുതാവുകയാണ്, നിങ്ങളുടെ ഫ്രണ്ട് ഏരിയയിലുള്ള ബ്രെയിൻ വലുതാവുകയാണ്, ഒരു പോർഷൻ ഓഫ് ദ ബ്രെയിൻ വലുതാവുകയാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജീവിച്ചിരിക്കുന്നവരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? അവരുടെ ആന്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ് വലുതാണ്. ശരിക്കും നിങ്ങൾ പ്രോസസ് ചെയ്യുക. ഇവിടെ വരെ നിങ്ങൾ എത്തിയ സ്ഥിതിക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജീവിച്ചിരിക്കുന്ന, കോഴ്സ് കൊളസ്ട്രോൾ വരുമോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരാം, വണ്ടി ഇടിക്കുകയൊക്കെ വരാം. പക്ഷെ ജനറലി സ്പീക്കിംഗ് ഹെൽത്തി ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്ങിന് ഏറ്റവും കൂടുതൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ആന്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ് വലുതാകുന്നുള്ളത്. കാരണം അവരെ സംബന്ധിച്ചോളം ലൈഫിനോടുള്ള ത്വര ഉണ്ടാകുവാണ്, ലൈഫുമായിട്ടുള്ള വില്ല ഉണ്ടാകുവാണ്, അവർ വിൽ പവർ ഉണ്ടാകുവാണ്. ജനറലി അവർ ഹെൽത്തിയാണ്, ബോഡിയിൽ ഹെൽത്തിയാണ്. ക്ലിയർ ആണ്? അപ്പൊ ലൈഫുമായിട്ട് ഡിസ്കണക്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ വിൽ പവറുമായിട്ട് ഡിസ്കണക്ട് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ആന്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ് ചെറുതാവുകയാണ്. അപ്പൊ ഹാബിറ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഹാബിറ്റ് ബിൽഡിംഗ് നമ്മൾ തുടങ്ങുമ്പോൾ അപ്പൊ തന്നെ നിങ്ങളുടെ ബ്രെയിൻ്റെ ഫ്രണ്ട് വലുതാവുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങളുടെ ഈ ബ്രെയിൻ്റെ ഫ്രണ്ടിലാണ് നിങ്ങളുടെ ആൻസേഴ്സ് എല്ലാം ഇരിക്കുന്നത്. ഇവിടെയാണ് നിങ്ങളുടെ ആൻസേഴ്സ് ഇരിക്കുന്നത്. ഒരുപാട് ആൻസേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായില്ല, ബുദ്ധി കുറഞ്ഞ സെല്ല്, ഇവിടെ കുറച്ച് ബുദ്ധിയുള്ള സെല്ല്, പിന്നെ ഇവിടെ കുറച്ച് ബുദ്ധിയുള്ള സെല്ല്, പിന്നെ ഇവിടുന്ന് കുറച്ച് നട്ടലിന്റെ അവിടെ കുറെ ബുദ്ധിയുള്ള സെല്ലുകൾ, പിന്നെ അവിടുന്ന് വേറെ ബുദ്ധിയുള്ള സെല്ല്, പിന്നെ അവിടുന്ന് ബുദ്ധി കൂടി ക്ലാസ് ഫ്രണ്ടിൽ ഉള്ള കുട്ടികളാവുക. അപ്പൊ ആ ഏറ്റവും ക്ലാസ്സിൽ ഫ്രണ്ട് ഇരിക്കുന്ന കുട്ടികൾ, ആ കുട്ടികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ കുട്ടികൾക്കാണ് ചിന്തകളെ കുറിച്ച് ചിന്തിക്കാൻ കഴിവുള്ളത്. ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ ചിന്തകളെ കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവാണ് ഇമാജിനേഷൻ നമ്മൾ പറയുന്നത് അല്ലേ? ചിന്തകളെ കുറിച്ച് ചിന്തിക്കാൻ, പുതിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട്. പ്രെഡിക്ഷൻ മെഷീൻ നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലേ? അപ്പൊ ആ പ്രെഡിക്ഷൻ മെഷീന് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ക്രോണിക് സ്ട്രെസ് ഉണ്ടാക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? അത് അക്യൂട്ട് സ്ട്രെസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ഈ ക്രോണിക് സ്ട്രെസ് മാറ്റാൻ പറ്റും. അതാണ് ഹാബിറ്റ് ബിൽഡിംഗ്. ഹാബിറ്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ഓരോ പ്രാവശ്യം ഹാബിറ്റ് ബിൽഡ് ചെയ്യുമ്പോഴും നമുക്ക് ആഗ്രഹിക്കില്ലല്ലോ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ. ഇന്ന് എക്സസൈസിന് പോയി, നാളെ മഴയാണല്ലോ, നൈക്കി പറയുവാണ് ലെറ്റ്സ് ഡു ഇറ്റ്, കഴിഞ്ഞിട്ടില്ല, ടുമോറോ എന്നായിരുന്നെങ്കിൽ അങ്ങനെ അങ്ങ് പോവുള്ളൂ. ഹാബിറ്റ് ബിൽഡിംഗ്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് മാറിയ ഫൈനൽ ആയിട്ടുള്ള പോയിന്റിലേക്ക് നമുക്ക് കയറി കഴിഞ്ഞാൽ ഡീപ്പ് ഇമോഷൻസ്. ഇത് സാധാരണ മനുഷ്യരെ ഏറ്റവും കൂടുതൽ ഡെസ്പൈസ് ചെയ്തിരുന്ന, മനുഷ്യരെ ഏറ്റവും കൂടുതൽ വേണമെന്ന് വെച്ചിരുന്ന ഒരു സാധനമാണ് ഇമോഷൻസ്. ഈ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്കൊട്ടും ഫീൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു സാധനമായിട്ടാണ് നമ്മൾ ഇമോഷൻസിനെ കൺസിഡർ ചെയ്തിരുന്നത് അല്ലെ? അപ്പൊ ഡീപ്പ് ഇമോഷൻസ്, സാഡ്നെസ് വരുവാണ്, നിങ്ങൾ സാഡ്നെസ് വരുത്തണ്ട, സാഡ്നെസ് വരുവാണ്, ആ സാഡ്നെസ്സിനെ നിങ്ങൾ ഫീൽ ചെയ്യുന്നത് എന്താണ്? അക്യൂട്ട് സ്ട്രെസ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ലതായിട്ടൊന്ന് കരഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു റിലീഫ് ഫീൽ ചെയ്യാറില്ലേ?
നല്ലതായിട്ടും കരയുവാണ്. ഇതൊരു സിറ്റുവേഷൻ വന്ന് കരഞ്ഞു. എൻ്റെ ജീവിതത്തിൽ വളരെ ഡിഫിക്കൽട്ട് ആയ സിറ്റുവേഷനിൽ ഒരു പ്രാവശ്യം ഞാനൊരു വണ്ടിയിൽ ഇരുന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് വണ്ടിയിരുന്ന് ഡ്രൈവ് ചെയ്യും. അത് ഭയങ്കര ഭാഗ്യമാണ് ഡ്രൈവ് ചെയ്തുകൊണ്ട് കരയാൻ പറ്റുന്നത്. നല്ലൊരു വണ്ടിയിൽ വരുന്നു. അപ്പോൾ ആ വണ്ടിയിലിരുന്ന് ഞാനൊരു 2-3 കിലോമീറ്ററോളം ഞാൻ ഇങ്ങനെ ഉറക്കെ കരയുവാണ്. ആ 2 മണിക്കൂർ ഉറക്കെ കരഞ്ഞു. 3 മണിക്കൂർ തൊണ്ടയ്ക്ക് ഇച്ചിരി പ്രശ്നം വന്നു. പക്ഷെ 2-3 മണിക്കൂറല്ല, 2-3 മിനിറ്റ്, 2-3 മൈൽ പോകുന്ന അത്ര സമയം. അപ്പൊ അവിടെ നിന്ന് കരഞ്ഞിട്ട് ആ കരഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചോളം പെട്ടെന്ന് ഒരു റിലീഫ് അങ്ങ് കിട്ടുവാണ്. ക്ലിയർ ആണോ? കരഞ്ഞു നോക്കുക. ചിലപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ അക്യൂട്ട് സ്ട്രെസ് ആണ്. അക്യൂട്ട് സ്ട്രെസ് ഇപ്പൊ ഈ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ബോഡിയിൽ നിന്ന് ഇതിനെ എലിമിനേറ്റ് ചെയ്ത് കളയുവാണ്. ക്ലിയർ ആണ്? അപ്പൊ സൗണ്ട്, ഫോർ എക്സാമ്പിൾ, ഈവൻ ഈ ചില ഡീപ്പർ ലെവലിൽ ഞാനിപ്പോ ഈ സോൾ മൂവ് കാണിച്ചു തന്നപ്പോൾ ഞാനൊരു ബോഡി മൂവ്മെന്റ് കാണിച്ചു തന്നില്ല. കാണിച്ചു തന്നപ്പോൾ ഞാൻ ഹൂ എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ടാക്കുന്നത്. ഈ ഹൂ എന്ന് പറഞ്ഞേക്കുന്ന സൗണ്ട് നമ്മുടെ ഡീപ്പർ ലെവൽ ഗട്ടിയിൽ നിന്നാണ് വരുന്നത്. ഹൂ ഹൂ ഹൂ, ജസ്റ്റ് ഈ ഹൂ എന്ന് പറഞ്ഞ സൗണ്ട്. അപ്പൊ ആ ഹൂ എന്ന് പറഞ്ഞ സൗണ്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് സ്ട്രെസ്സിനെ പുറത്തെടുത്ത് കളയുകയും ചെയ്യും. അത് സൗണ്ട് യൂസ് ചെയ്ത് തെറാപ്പി ചെയ്യുന്ന ആൾക്കാരുണ്ട്. സൗണ്ട് യൂസ് ചെയ്ത് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഡീപ്പ് ഇമോഷൻ ഓഫ് സാഡ്നെസ്, റൊമാൻസ്, ആങ്കർ നമ്മൾ അരിശപ്പെട്ടു, പക്ഷെ മറ്റൊരാളെ ഹർട്ട് ചെയ്തില്ലെങ്കിൽ, മറ്റൊരാളെ ഇമോഷണലി ഫിസിക്കലി ഹർട്ട് ചെയ്തില്ലെങ്കിൽ, മനുഷ്യരാണ് നമ്മൾ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. പക്ഷെ ഹർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം അക്യൂട്ട് സ്ട്രെസ് ആയിട്ട് നിങ്ങൾക്ക് അതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇമോഷൻസ് ദൈവം ഏതായാലും നിങ്ങൾക്ക് ഇമോഷൻസ് തന്നേക്കുവാണ്. ആ ഇമോഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാന്ന് പറയാറില്ലേ, നിങ്ങൾ പറയാനുള്ള എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ അത് റൊമാൻറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിലും, ഈ പറഞ്ഞ ആങ്കറിൽ എക്സ്പ്രസ് ചെയ്യുവാണെങ്കിലും, സാഡ്നെസ് എക്സ്പ്രസ് ചെയ്യുവാണെങ്കിലും, നമ്മൾ ആരെങ്കിലും ഒരാൾ കരയുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം വെച്ചാൽ അയ്യേ ഷെയിം നമ്മളെ സംബന്ധിച്ചോളം കരയാൻ പാടില്ല. കാരണം നമ്മൾ കരയാൻ മനുഷ്യരെ സമ്മതിക്കില്ല. ക്രൂരതയാണ് നിങ്ങൾ ചെയ്യുന്നതിൽ ഏറ്റവും ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് മറ്റൊരാളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പാപങ്ങളിലൊന്നാണ് നിങ്ങൾ മറ്റൊരാളെ കരയാൻ അനുവദിക്കാതിരിക്കുന്നത്. കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഫാലസിയാണ്. കൾച്ചറലായിട്ട് നമ്മൾ വിചാരിക്കുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണിത്. നമ്മളെ സംബന്ധിച്ചോളം മറ്റൊരാളെ കരയാൻ അനുവദിക്കുന്നില്ല. അവരെ സംബന്ധിച്ചോളം ഫോർ എക്സാമ്പിൾ ഒരു ഡെത്ത് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെ ഇതിൽ പോയി, അപ്പൊ ആ സമയത്ത് അവർക്ക് കരയാനായിട്ട് റൈറ്റ് ഉണ്ട്. ഞാനിത് ചെയ്തിട്ടുണ്ട്. ഞാനിതിനെ ലീഡ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് ഞാനതിന് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു. നമുക്കത് മാറ്റിയെടുക്കാം. എന്താണ്? കരയാൻ അനുവദിക്കുക, ചിരിക്കാൻ അനുവദിക്കുക, അരിശപ്പെടാൻ അനുവദിക്കുക, എക്സ്പ്രസ് ചെയ്യാൻ അനുവദിക്കുക, ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ അനുവദിക്കുക. നിങ്ങളെ സംബന്ധിച്ചോളം റൊമാൻസ് ചെയ്യാനും, ലവ് ചെയ്യാനും, സാഡ് ആകാനായിട്ടും, ആംഗ്രി ആകാനും എല്ലാത്തിനും നിങ്ങൾ പെർമിഷൻ എടുക്കുക, നിങ്ങൾ പെർമിഷൻ കൊടുക്കുകയും ചെയ്യുക. ഡീപ്പ് ഇമോഷൻസ് ഒരു അക്യൂട്ട് സ്ട്രെസ് ആണ്. എഗെയിൻ ഫൈനൽ പോയിന്റില് ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ടുള്ള സാധനം എന്താണ്? ഈ സാധനങ്ങളെ എല്ലാം ക്രോണിക് സ്ട്രെസ്സിനെ മാറ്റുന്നതാണ്, നിങ്ങളെ ഹാപ്പിനെസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ്. പക്ഷെ ആരും പറഞ്ഞു തന്നിട്ടില്ല ഇതുവരെ. എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ഒരു ബുക്കിലും വായിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് സ്ട്രെസ്സിനെ കുറിച്ചും ഉള്ള പല സ്റ്റഡികൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് സ്ട്രെസ്സിനെ കുറിച്ചുള്ള മജോറിറ്റി ഓഫ് ഡിഫറെന്റ് സെഗ്മെന്റിലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാനൊരു കാര്യം ചെയ്തെന്ന് വെച്ചാൽ ഞാനിത് ചിന്തിച്ചെടുക്കണമെന്ന് എൻ്റെ എക്സ്പീരിയൻസിന് വേണ്ടി, എല്ലാ ലൈഫിന് വേണ്ടി. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇപ്പൊ ഇതിനകത്ത് ഉള്ള പല കാര്യങ്ങൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പൊ ആ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചോളം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ലൈഫ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഉള്ളൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ 9 കാര്യങ്ങൾ, ഈ 9 അക്യൂട്ട് സ്ട്രെസ്സിൽ ഏതെങ്കിലും ഒരെണ്ണം പിക്ക് ചെയ്യുക. ഫാസ്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നാളെ ഫാസ്റ്റ് ചെയ്യുക. ഓക്കെ. അല്ലെങ്കിൽ ഇന്റൻസ് വർക്ക് നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ ഇന്റൻസ് വർക്ക് ചെയ്യുക. പക്ഷെ വർക്ക് ബ്ലോക്ക് ചെയ്യുക. 7 മണി കഴിഞ്ഞാൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വർക്ക് സ്റ്റോപ്പ് ചെയ്തു. നിങ്ങൾ വേറൊരു മനുഷ്യനാണ് രാത്രിയിൽ, മനുഷ്യ സ്ത്രീയാണ് രാത്രിയിൽ. നിങ്ങളെ സംബന്ധിച്ചുള്ള എന്തൊരു TV ഷോ കണ്ടു. ചില ആൾക്കാർ ഭ്രാന്ത് പിടിച്ച് രാവിലെ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ആ വർക്കിന്റെ പീരീഡ് കഴിഞ്ഞാൽ, മൊമെന്റ് കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞു. ഓഫ്കോഴ്സ് എൻ്റെ മൈൻഡ് ചിലപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കും, അതെന്തെങ്കിലും കാര്യങ്ങൾ നോട്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ പിന്നെ വർക്കിനെ കുറിച്ചില്ല. വീക്കെൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വർക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തീരുവാണ്. മിനിമൽ ചെറിയ കാര്യങ്ങൾ ഞാൻ സൺഡേസ് ചെയ്യാറുണ്ട്. ചെറിയ പ്ലാനിങ്ങും കുറച്ച് റിഫ്ലക്ഷൻ ലെവലിലുള്ള രീതിയിൽ. അല്ലാത്ത കേസിൽ ഞാനിത് മറക്കുവാണ്. ചില ആൾക്കാർ 7 ദിവസം ജോലിയാണ്, നിർത്തുന്നില്ല. ക്രോണിക് സ്ട്രെസ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഓപ്പോസിറ്റ് ആയി മാറുകയും ചെയ്യാം. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ 60 ദിവസം ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രോണിക് സ്ട്രെസ് ആയി മാറാം. ക്ലിയർ ആണ്? ഐസ് ബാത്ത് 1 ദിവസം മുഴുവൻ ഐസ് ബാത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രോണിക് സ്ട്രെസ് ആയി മാറും. കാരണം ബോഡിയെ സംബന്ധിച്ചോളം ഹാൻഡിൽ ചെയ്യത്തില്ല. 2 മിനിറ്റ് കൂടുതൽ ടിപ്പിക്കലി ആൾക്കാർക്ക് ആദ്യം ഇരിക്കാൻ പറ്റാറില്ല. പയ്യെ ടൈം കൂട്ടുവാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ദിസ് സ്ട്രെസ് ഈസ് ഗുഡ് ഫോർ യു. നിങ്ങൾ എന്താണ് കേൾക്കുന്നത് എന്ന് അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാൻ ആക്ച്വലി ഈ വീഡിയോ ഇംഗ്ലീഷ് പോലും ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് മലയാളത്തിലാണ് ചെയ്യുന്നത്. ഞാൻ ഓൾമോസ്റ്റ് ആരെയും തന്നെ ഇത് പഠിപ്പിച്ചിട്ടുമില്ല. കാരണം ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചാൽ കാരണം ഇതൊരു വേറിട്ട ശബ്ദമാണ്, വേറിട്ടൊരു ഐഡിയ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക. നിങ്ങൾ തന്നെ ഇത് വെച്ചോണ്ടിരിക്കരുത്, വേറെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക. സോ ദാറ്റ് അവരും പോയി പഠിക്കട്ടെ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾ കാണാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, ഞാൻ ഹൗ ടു
സ്റ്റേ ഇൻ ഹൈ ഒറൻസ. ഒറൻസ എന്ന് പറഞ്ഞ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ഒരുപാട് കോൺസെപ്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് സംസാരിക്കാൻ നോക്കാറുണ്ട്. ഇനി വേറൊരാളുടെ ഐഡിയ ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറ്റുവാണെങ്കിൽ അവർക്ക് ക്രെഡിറ്റ് കൊടുക്കാറുണ്ട്. അപ്പൊ ഈ വരാൻ പോകുന്ന ഐഡിയ നിങ്ങളെ സംബന്ധിച്ച് കേട്ട് നോക്കുക, എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒറൻസ ഇൻക്രീസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നു. ഐ സീ നെക്സ്റ്റ് ടോക്ക് ടു യു. ബൈ.